ഓം ഗുരുചരണം ശരണം. കേൾക്കുന്നില്ലേ? കേട്ടായിരുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു സന്തോഷകരമായ ഒത്തുചേരൽ അല്ലേ? നമ്മുടെ പെറ്റേക്കാട് ശാഖയുടെ 17ാം വാർഷികം എന്നാണ് പറഞ്ഞത്. ശരിയാണോ? നിങ്ങൾ കേട്ടില്ല? 17 ഞാൻ ചോദ്യങ്ങൾ ചോദിക്കും. എനിക്കറിയാത്തതൊക്കെ ചോദിക്കും. എനിക്കറിയുന്ന ഞാൻ ചോദിക്കേണ്ട കാര്യമുണ്ട്. റെഡിയാണോ? അപ്പോൾ നമ്മുടെ ഈ ശാഖാവാർഷികത്തിൻ്റെ ബഹുമാന്യായ അധ്യക്ഷൻ, നമ്മുടെ ശാഖയുടെ പ്രിയങ്കരനായ ആദരണീയനായ പ്രസിഡന്റ് മേലായുധേട്ടൻ, അതേപോലെ ഈ വാർഷിക യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ സാരഥി, ബേപ്പൂർ യൂണിയൻ്റെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാജു ചമ്മനി അവർ, അതുപോലെ നമ്മുടെ സെക്രട്ടറി പ്രിയപ്പെട്ട ബഹുമാനപ്പെട്ട ദേവദാസേട്ടൻ, അതുപോലെ തന്നെ സതീഷ് കുമാർ അവർ, അതുപോലെ ശിവദാസേട്ടൻ മേലായി, പിന്നെ സുർജിത്ത് ഉണ്ടല്ലോ. നന്ദി അറിയുന്നവരാ ഇവിടെ ഉണ്ടോ? ഇതാണല്ലോ ഇവിടെ ഏറ്റവും നന്ദിയുള്ള ആള്. പിന്നെ ഓർക്കുഴി ബാലകൃഷ്ണേട്ടൻ അല്ലേ? മൈക്കിന്റെ ചാർജാ. ഇത് നമ്മൾ ഒന്നിച്ചിങ്ങനെ കൂടുമ്പോൾ എന്തും പറയാട്ടോ. അങ്ങനെയല്ലേ? നിങ്ങൾക്കുള്ള അകൽച്ച തോന്നുന്നുണ്ടോ? ഞാനിവിടുത്തെ ആളാ. 17 വർഷം മുമ്പ് ഇവിടെ വന്നിട്ടുണ്ട്. എന്നെ കണ്ടായിരുന്നോ? ഇല്ല. അതാണ് അന്ന് നിങ്ങളില്ല ഉണ്ടാക്കാൻ. അപ്പോൾ അതുകൊണ്ട് ഏതായാലും വളരെ സന്തോഷം. മീറ്റിംഗ് കാണുമ്പോൾ തന്നെ നമ്മൾ ഈ അടുത്ത കാലത്ത് പ്രവർത്തന രംഗങ്ങളിലൊക്കെ കുറച്ച് വൈകിയാണ് വരുന്നത്. പക്ഷെ എന്നിട്ടും ഈ ശാഖയുടെ ഭാരവാഹികൾ വിദ്യാഭ്യാസ കാര്യത്തിൽ, നിങ്ങളുടെ കാര്യത്തിൽ വളരെയേറെ താല്പര്യം കാണിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇല്ലേ? കാരണന്മാരൊക്കെ അവിടെ നിൽക്കുകയാണോ? അത് എന്നോടെന്താ വിരോധമുണ്ടോ? ഇല്ലെങ്കിൽ അവിടെ കുറേ സീറ്റ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇട്ടിട്ടുണ്ട്. അവിടെ വന്ന് ഇരുന്ന മുട്ടായി വാങ്ങിത്തരാം. വാ കുറച്ച് പേരോട് വന്നിരിക്കി. ആ കസേരയിൽ ഇരുന്നാൽ പരിപാടി വിജയിക്കുള്ളൂ. പിന്നെ ആ റെയിൽവേ ട്രാക്കിൽ ഒരു ചുവന്ന കൊടി കെട്ടുക, വണ്ടി അവിടെ നിന്ന് കിട്ടട്ടെ ഇല്ലേ? കടഞ്ഞു മതി. ഇപ്പോൾ വണ്ടി വരുമില്ലല്ലോ. വന്നാൽ നിങ്ങളെ ഉത്തരവാദി, ഞാനല്ല. അപ്പോൾ ഏതായാലും പറഞ്ഞതുപോലെ വളരെ സന്തോഷം. എന്താ കാര്യം കുട്ടിക്ക് മനസ്സിലായോ? വിദ്യാഭ്യാസ പ്രോത്സാഹനം ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുദേവൻ എന്ത് പറഞ്ഞെന്നറിയോ കുട്ടീനോട്? കുട്ടി മഞ്ഞുടുപ്പൊക്കെ ഇട്ട് വന്ന നല്ല കുട്ടിയാണ്. ഇപ്പം എഴുന്നേറ്റ് പോകണം തോന്നുന്നുണ്ടോ? ഇല്ലല്ലോ, ഞാൻ പാവാ. അപ്പോൾ അടുത്തൊരു മഞ്ഞ നോക്ക്, എന്നെ കണ്ടില്ലേ എന്ന്. ഞാൻ കണ്ടു. അങ്ങനെ ഗുരുദേവൻ പ്രധാനമായിട്ടും പറഞ്ഞൊരു കാര്യം വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാനല്ലേ? അല്ലേ? അത് നിങ്ങളോടാണോ? എന്നോടാണോ? ഇവരോടല്ലേ? ആണോ? എങ്ങനെയാ പറഞ്ഞത്? എല്ലാവരോടും അല്ലേ? പക്ഷെ പഠിക്കുന്നത് ആരാ? ഞങ്ങളാണോ നിങ്ങളാണോ? ആരാ? നിങ്ങൾ മിണ്ടൂല. ഞാൻ മിണ്ടിക്കേ വിടുള്ളൂ. ഞാൻ പണ്ട് 10ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച 8ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ക്ലാസ്സാണെന്ന് വിചാരിച്ചപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉത്തരം പറയൂലേ? അമ്മമാർ പറയൂല? നിങ്ങൾ പറയോ? ഇല്ലേ? പണ്ട് സ്കൂളിൽ ഇരുന്ന് ഓർമ്മയുണ്ടോ? ഇല്ലേ? അങ്ങനെ വിചാരിച്ചാൽ മതി. അപ്പം ഗുരുദേവൻ ആരോടാണിത് പറഞ്ഞത്? വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ കുട്ടികളോട് മാത്രമല്ല, എല്ലാവരോടുമാണ്. ആണോ? പക്ഷെ പ്രധാനമായിട്ട് ഈ വിദ്യാഭ്യാസം ചെയ്യുന്നവരാ? നിങ്ങളാ അല്ലേ? അപ്പോൾ പ്രധാനമായിട്ട് ഈ വിഷയം ഇപ്പോൾ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? കുട്ടികളല്ലേ? കുട്ടികൾ പഠിച്ചാലുള്ള ഗുണം എന്താ? വിദ്യാഭ്യാസം ചെയ്താലുള്ള ഗുണം എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കറിയാം. നിങ്ങൾക്കറിയില്ല? എനിക്ക് പോലും അറിയാമല്ലോ. മോനെ എന്താ പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം? ജോലി കിട്ടും. ജോലി കിട്ടിയാൽ എന്ത് കിട്ടും? പൈസ കിട്ടിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഐഫോൺ വാങ്ങാം, കാറ് വാങ്ങാം. ഐഫോൺ തന്നെയാണോ ഇഷ്ടം? അത് സാംസങ് ആണോ? സാംസങ് ഇഷ്ടം. നമ്മുടെ ആളാണ്. പിന്നെ നിങ്ങൾക്ക് ഏത് ഫോണാണ് വേണ്ടത്? കുട്ടിക്ക് ഏത് ഫോണാണ് ഇഷ്ടം? ഐഫോണാ? അപ്പോൾ അത് വാങ്ങണമെങ്കിൽ എന്ത് വേണം? അച്ഛൻ്റെ കീശ പോക്കറ്റ് അടിക്കുന്നത് ശരിയാണോ? പിന്നെ എങ്ങനെ വാങ്ങണം? നമ്മൾ പഠിച്ചാൽ നമുക്ക് എന്ത് കിട്ടുമെന്ന് ഈ കുട്ടി പറഞ്ഞു കഴിഞ്ഞു. പഠിച്ചാൽ എന്ത് കിട്ടും? യുവാക്കളെ, കുട്ടികളെ, പഠിച്ചാൽ എന്ത് കിട്ടും? മോള് പറയും. ഇവർക്കൊന്നും അറിയത്തില്ല. മോളുള്ള ബുദ്ധിയുള്ള ഒരാൾ പറയും. കുട്ടി പറഞ്ഞ് ജോലി കിട്ടും. ജോലി കിട്ടണ്ടേ? സാധാരണ ഈ സാംസ്കാരിക നായകർ എന്ന് പറയുന്ന ആളുകൾ മൈക്ക് കിട്ടിയാൽ പറയും ജോലിയും പരീക്ഷ വിജയവും മാത്രമായിട്ട് വിദ്യാഭ്യാസം ഇന്ന് അങ്ങനെ ഒരു സ്വാർത്ഥരായി കുട്ടികളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണല്ലേ? നല്ല പൗരന്മാരാക്കി വളർത്തുകയാണ് ലക്ഷ്യം. നല്ല പൗരനാണെന്ന് പറഞ്ഞിട്ട് റേഷൻ പീടികയിൽ ചെന്ന് അരി തരുമോ? അപ്പോൾ നല്ല പൗരനോടൊപ്പം എന്തും കൂടെ വേണം? നല്ല പൗരനാവണം, നല്ല സ്വഭാവം വേണം. പക്ഷെ എന്തും കൂടി വേണം? നമുക്ക് പൈസയും വേണം. അല്ലെ നമ്മൾ കടയിൽ പോയി ചോദിച്ചാൽ എന്ത് സാധനം തരുമോ?
അപ്പം വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം ബുദ്ധിശാലികളും സമർത്ഥരും നല്ലവരുമാക്കുക എന്നുള്ളതാണ്. ഞാൻ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നില്ല തൽക്കാലം, നമ്മുടെ വിഷയം വേറെയാണ്. എന്നാലും നിങ്ങളോട് പറയാണ്. അപ്പം നിങ്ങൾ പഠിച്ചാലുള്ള ഗുണങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്കൊക്കെ ഓരോ ആഗ്രഹങ്ങളുണ്ട്. നല്ല ഫോൺ വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ല ഭക്ഷണം കഴിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുള്ളവരുടെ വേഗം വീട്ടിൽ പൊക്കളി. നല്ല ഡ്രസ്സ് വേണമെന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ അവർക്ക് പോകാം. ആരാളെ? ആരുമില്ല. നല്ലത് വേണം അല്ലേ? പിന്നെ ഏതാണ്ട് നല്ല വീട് വെക്കണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? നല്ല കാറ് വാങ്ങണം എന്ന് ആഗ്രഹിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഏത് കാറാണ് ഉദ്ദേശിച്ചത്? ഓഡിയോ? BMW. അത് വാങ്ങും. അത് വാങ്ങാൻ ആഗ്രഹമുണ്ട്, വാങ്ങാൻ നമുക്ക് കഴിയൂലേ? നമുക്ക് എന്താ ഒരു കുറവുള്ളത്? നമ്മൾ വിചാരിച്ചെല്ലാം നേടൂല്ലേ? അതാണ് വാക്ക് പറഞ്ഞ വാക്കാ. മോൻ്റെ പേരെന്താ? ദേവദത്തൻ. അത് ഉറപ്പാണ്. നിങ്ങൾക്ക് ആ ഉറപ്പില്ല? എടോ, നമ്മൾ ആഗ്രഹിച്ചാൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. അപ്പം അങ്ങനെ നേടാനുള്ള കഴിവ് നിങ്ങൾക്ക് അതിൻ്റെ പിന്നിൽ നിന്ന് പ്രോത്സാഹനം നൽകാനാണ് ഈ ശാഖായോഗത്തിൻ്റെ ആദരണീയരായിട്ടുള്ള ഭാരവാഹികൾ ശ്രമിക്കുന്നത്. അതൊരു വലിയ കാര്യമല്ലേ? അതാണ് SNDP യോഗത്തിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത്. നമ്മുടെ കൂട്ടത്തിലുള്ള കുട്ടികളെയൊക്കെ മിടുക്കരാക്കി വലുതാക്കി കൊണ്ടുവരാൻ വേണ്ടി അവർക്ക് ആകാവുന്ന കൈത്താങ്ങുമായിട്ട് അവർ പിന്നിലുണ്ട്. അങ്ങനെ വളർന്നു വലുതായി നിങ്ങൾ ജോലിയൊക്കെ കിട്ടി മിടുക്കരായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കുടുംബം രക്ഷപ്പെട്ടോ? അതാണ്. അപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതനുസരിച്ചുള്ള ഗുണം നാട്ടുകാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യത. ഇതൊക്കെ നേടണമെങ്കിൽ നമ്മൾ നന്നായി പഠിക്കണം. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാലോ, എൻ്റെ നാട്ടിലൊരു ഓർഫനേജ് ഉണ്ട്. എൻ്റെ നാട് എവിടെയാണെന്നറിയോ? എങ്ങനെ അറിയാനല്ലേ? അത് മുക്കം എന്ന് കേട്ടിട്ടുണ്ടോ? ഒരു സിനിമയൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, മൊയ്തി എന്ന് പറഞ്ഞിട്ട്, കാഞ്ചനമാല. അപ്പോൾ ആ നാട്ടിൽ ഓർഫനേജിലേക്ക് വന്ന ഒരു കുട്ടീൻ്റെ പേര് മുഹമ്മദ് അലി ശിഹാബ് എന്നാണ്. 2 അനിയത്തിമാരുണ്ട്. വാപ്പയൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടിൽ നിവൃത്തിയില്ലാഞ്ഞിട്ട് കൊണ്ടാക്കി പോയതാണ് ഉമ്മ ഓർഫനേജിൽ. അപ്പോൾ അതിനെ വിശദീകരിച്ച് മുഴുവൻ പറയേണ്ട ആവശ്യമുള്ള പറഞ്ഞ പോരെ. അപ്പോൾ അവിടെ ഉള്ള വാർഡൻ ഒരു ബുക്കിൽ എഴുതി, എല്ലാ ദിവസവും രാത്രി 11, 12, 1 മണിയൊക്കെ ആകുമ്പോഴും ഈ ഹോസ്റ്റലിൽ, വലിയ അനാഥ മക്കൾ താമസിക്കുന്ന ഹോസ്റ്റലിൻ്റെ ഒരു മൂലയ്ക്ക് മെഴുകുതിരിൻ്റെ വെളിച്ചം കാണാം. ഇയാൾ പോയി നോക്കുമ്പോൾ ഒരു കുട്ടി നിലത്ത് കുനിഞ്ഞിരുന്ന് വായിക്കുക. ആ കുട്ടിയുടെ പേരാണ് മുഹമ്മദ് അലി ശിഹാബ്. അപ്പോൾ ഇവനിങ്ങനെ വായിക്കുമ്പോൾ വാർഡൻ ചോദിച്ചു, നീ എന്തിനാടോ ഇവിടെ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അതിട്ട് വായിച്ചാൽ പോയി. അപ്പോൾ പറഞ്ഞു, എല്ലാവരും ഉറങ്ങുന്നിടത്ത് ഞാൻ ലൈറ്റ് ഇട്ടിട്ട് അവരെ ബുദ്ധിമുട്ടാക്കുന്ന മോശമല്ലേ? എന്നിട്ട് അവിടെ ഇരുന്ന് വായിച്ചു. അങ്ങനെ വായിച്ച് എന്ത് സംഭവിച്ചെന്നറിയാമോ? കുട്ടി കലക്ടറായി. അത്രേ ഉള്ളൂ. ആരായി? ഇന്ന് മേഘാലയത്തിലെ, ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനത്ത് കലക്ടറാണ്. പോലീസുകാർ സല്യൂട്ട് അടിക്കുകയാണ്. അപ്പോൾ പഠിച്ചാൽ ഇങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമല്ലോ? അപ്പോൾ അയാളുടെ കുടുംബം രക്ഷപ്പെട്ടോ? പെങ്ങന്മാർ രക്ഷപ്പെട്ടോ? ഉമ്മ രക്ഷപ്പെട്ടോ? എന്തൊരു സംശയം? രക്ഷപ്പെട്ടെന്ന്. അപ്പോൾ പഠിച്ചാൽ ഇങ്ങനെ ഉയരങ്ങളിൽ എത്താൻ പറ്റത്തില്ലേ? അപ്പോൾ പഠിക്കണമെങ്കിൽ എന്ത് വേണ്ടെന്നറിയോ? പ്രധാനമായിട്ടും നമ്മൾ ഈ കുട്ടീനെ പോലെ ഒരു വലിയൊരു ആഗ്രഹം വേണം. നിങ്ങൾക്കൊക്കെ ആഗ്രഹം ഉണ്ടോ? ഇല്ല. ഇതുവരെ ഇങ്ങോട്ട് പോരുന്നവരെ ചിന്തിച്ചില്ലേ? ആഗ്രഹങ്ങളൊന്നും ചിന്തിച്ചില്ല. എന്തായിരുന്നു നിങ്ങൾക്ക്? എന്താ ആകാൻ ആഗ്രഹം? ഡോക്ടറാണോ, എഞ്ചിനീയറാണോ, അധ്യാപകനാണോ, അധ്യാപികയാണോ? അധ്യാപിക അല്ലേ? ഏതാ ഇഷ്ടം? ഡോക്ടറാണോ? ഡോക്ടറായി കഴിഞ്ഞാൽ എന്നെ നോക്കുമോ? പൈസ തരൂല. അന്നേരം പറ്റൂല എന്ന് പറയോ? കണ്ടോ, ഫീസ് തരില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നോക്കൂലേ? കണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ ആകണമെങ്കിൽ ഈ പറഞ്ഞൊരു ആഗ്രഹമാണ്. ഞാൻ അങ്ങനെ വിദ്യാഭ്യാസത്തിൽ തീരുമാനിച്ചാൽ ആളുകൾ ഉയരുന്നതിനെ പറ്റി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് നമുക്ക് ആ വിഷയത്തിന് മുന്നോട്ട് പിന്നെ അടുത്തതിലേക്ക് കടക്കാം. എനിക്കറിയുന്ന ഒരാളുണ്ട്, ഈ കുട്ടികൾക്ക് അറിയാൻ സാധ്യതയുണ്ട്. APJ അബ്ദുൽ കലാം എന്ന് പറഞ്ഞ ഒരാളെ അറിയോ? കുട്ടിക്കറിയോ? നമ്മുടെ മുൻ രാഷ്ട്രപതിയാണ് അല്ലേ? അതിനപ്പുറം അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ രാമേശ്വരത്തല്ലേ? ഞാനിപ്പോൾ പറയാൻ വിചാരിച്ചല്ല, ഓർത്ത് പറയാണ്, തെറ്റിപ്പോയി നിങ്ങൾ പറഞ്ഞു തരണം. രാമേശ്വരത്തുകാരനായ ആ കുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വീട്ടിൽ പട്ടിണി ആയതുകൊണ്ട്, വീട്ടിലൊരു നിവൃത്തിയില്ല, പാവങ്ങളാ, കടലോരത്താണ്. അപ്പോൾ അങ്ങനെ പട്ടിണി ആയതുകൊണ്ട് പത്രം വിതരണത്തിന് പോകും രാവിലെ. പത്ര വിതരണം നിങ്ങൾക്കറിയാമല്ലോ, വീട്ടിൽ പത്രക്കാരും കൊണ്ട് പത്രം എറിഞ്ഞു പോകുന്ന കണ്ടിട്ടില്ലേ? അങ്ങനെ എറിയാനേ പറ്റും. ഓരോ വീട്ടിലും കൃത്യമായി മടക്കി വെച്ച് കൊടുത്തിട്ട് പോയി അയാൾക്ക് പത്ര വിതരണം തീരുമോ? അത് നമ്മളെ ചീത്ത അറിയത് കേട്ടോ. പിന്നെ വരിസംഖ്യയേക്കാൾ ഒരു 10 അധികം കൊടുക്കണം. അത്രയും വലിയ കഷ്ടപ്പാടാണ്. അപ്പോൾ ഏതാട്ടെ, അപ്പോൾ ഈ കുട്ടി എന്താ അറിയാമോ, അതിരാവിലെ എഴുന്നേറ്റ് ഇപ്പോൾ പോകുന്ന തീവണ്ടി വരുന്ന അതേപോലെയുള്ള രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ പോയി കാത്തു നിൽക്കും. വണ്ടി വന്നു കഴിയുമ്പോൾ പത്രം വരുന്നത് ആ വണ്ടിയിലാണ്. ചാടി കയറി പത്രം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് പത്രങ്ങളൊക്കെ ഓരോ സ്ഥലത്തും കൊടുക്കാനുള്ളത് തരം തിരിച്ച് കെട്ടിവെക്കും വിളക്കുകാലിൻ്റെ ചോട്ടിൽ എന്നിട്ട് പത്രമൊക്കെ വായിച്ച് നേരം എടുത്തു കഴിയുമ്പോൾ ഇതെടുത്ത് തല വെച്ചുകൊണ്ട് ഓടുകയാണ്. ഓടിപ്പോയിട്ട് ഓരോ വീട്ടിൽ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 8:30, 9 മണി ആകുമ്പോഴത്തേക്കും തിരിച്ച് ഓടി വീട്ടിൽ വരും. വീട്ടിൽ ഓടി എത്തിക്കഴിഞ്ഞിട്ട് പെട്ടെന്ന് മുറ്റത്തിറങ്ങി കുഴി കുഴിച്ച് വെള്ളമുണ്ട്. നമ്മൾ ഈ ബാത്റൂം പോലെ സംവിധാനം അവിടെ ഇല്ലായിരുന്നു, നമ്മുടെ ഇതിലൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്തു? പെട്ടെന്ന് വെള്ളം തലയിൽ കോരി ഒഴിക്കും. എന്നിട്ട് ഓടിച്ചെന്ന് വല്ലതും തോർത്തി ഓടിച്ചെന്ന് കുപ്പായ എടുത്തിടും. എന്നിട്ട് ബാഗും പുസ്തകം എടുത്ത് കൈപ്പിടിക്കും. അങ്ങനെ ഓടി വരുമ്പോഴത്തേക്കും എൻ്റെ ഉമ്മ ഒരു പ്ലേറ്റിൻ്റെ അകത്ത് 2 ചപ്പാത്തി എന്തോ ഒരു കറി ഉണ്ടാവും അവിടെ വെക്കും. അതവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ തിന്നും. നിങ്ങളങ്ങനെ നിന്നുകൊണ്ട് തിന്നുന്നത് കണ്ടിട്ടില്ലേ?
നിങ്ങൾ പുറകെ അമ്മ ഇങ്ങനെ ഓടി വരാറില്ല, ഇതും കൂടെ തിന്നുവോളാം, ഇതും കൂടെ തിന്നുവോളാം, ഇതും കൂടെ തിന്നുവോളാം എന്ന്. ശരിയല്ലേ? അത് തന്നെ അമ്മമാരങ്ങനെയാണ്. അപ്പോൾ ഏതായാലും അങ്ങനെ കുട്ടി സ്കൂളിൽ പോകും. ഒരു ദിവസം ഈ കലാം ഈ ചപ്പാത്തിയിൽ നിന്ന് കൈ കഴുകി പുസ്തകമായിട്ട് എടുത്ത് ഇറങ്ങും. അവൻ്റെ ഏട്ടൻ, അവർ കാക്കയെന്നല്ലേ വിളിക്കുന്നത് അല്ലേ? അവരെങ്ങനെയല്ലേ വിളിക്കുന്നത് അല്ലേ? ഇവിടെ മുസ്ലിങ്ങളില്ലേ? അപ്പോൾ ഇവന് കാക്ക അവനെ തടഞ്ഞു. അവിടെ നിൽക്കടാന്ന് പറഞ്ഞു. എന്താ വെച്ചു? നീയൊരു ദുഷ്ടനാടാന്ന് പറഞ്ഞു. ആരോട്? കലാമിനോട്. നീയൊരു ദുഷ്ടനാടാന്ന്. അപ്പോൾ കലാം ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞാൽ ഞാൻ എന്ത് ദുഷ്ടത്തര കാട്ടിയത്? നിനക്കറിയോ, നീ എല്ലാ ദിവസവും രാവിലെ ഈ വെട്ടി വിഴുങ്ങുന്ന ചപ്പാത്തിയില്ലേ, അത് നമ്മുടെ ഉമ്മച്ചിൻ്റെ കൂടി പങ്കാ. നിനക്കറിയോ? നീ തിന്നിട്ട് എന്തെങ്കിലും ബാക്കി വെക്കുന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ കാത്തു നിൽക്കുന്ന ഉമ്മച്ചിക്ക് ഒരു കഷ്ണം പോലും ബാക്കി വെക്കാതെ എന്നും തിന്നിട്ട് പോകുന്ന നീ ദുഷ്ടനല്ലടാ ചോദിച്ചു. കലാമി ഇടിവെട്ടേറ്റതുപോലെ ഞെട്ടിപ്പോയി. എന്ത് പറയണമെന്നറിയാതെ കണ്ണു നിറഞ്ഞ് അവിടെ നിന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അറിഞ്ഞില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ഓടി അകത്തേക്ക് ഓടിച്ചെന്ന് ഉമ്മച്ചിനെ കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു, എൻ്റെ ഉമ്മ, ഞാൻ അറിഞ്ഞില്ല ഉമ്മ, എൻ്റെ ഉമ്മയുടെ പങ്കും കൂടിയാണ് ഞാൻ എന്നും തിന്നോണ്ടിരുന്നത്, എനിക്ക് അറിയില്ലായിരുന്നു ഉമ്മ, ഇനി മേല് ഞാൻ അങ്ങനെ ചെയ്യൂല എന്ന് പറഞ്ഞ് കുട്ടി കരയാണ്. അമ്മ അവനെ ഒന്നോട് ചേർത്ത് പിടിച്ച് അവന് നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് പറഞ്ഞു, മോനെ നീ കരയണ്ടടാ, നിനക്ക് ഞാൻ തന്നതല്ലേ, നീയല്ലേ ജോലി ചെയ്തിട്ട് വരുന്നത്. മാത്രല്ല നിനക്കറിയോ, നീ ഭക്ഷണം കഴിക്കുമ്പോൾ നിന്റെ വയറ് നിറയുന്നതിനേക്കാൾ മുമ്പ് ആദ്യം വയറ് നിറയുന്നത് എൻ്റെയാ. അങ്ങനെയല്ലേ അമ്മമാർക്ക് മക്കൾ കഴിക്കുന്ന കണ്ടാൽ മതി നമുക്ക്, ശരിയല്ലേ? അത് ഇവർക്ക് അറിയോന്ന് അറിയില്ല ഇല്ലേ? അതുകൊണ്ടാണ് നമ്മളെ നേരെ ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും ഉമ്മ പറഞ്ഞു, നീ കഴിക്കുമ്പോൾ ആദ്യം വയറ് നിറയുന്നത് എൻ്റെ കുട്ടിക്ക് തരാൻ വേണ്ടി തന്നെ ഞാൻ വെച്ചതാണ്ട്. കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, എൻ്റെ കുട്ടി കഴിച്ചതിന് ഒരു കുഴപ്പമില്ല, നാളെ അങ്ങനെ തന്നെയാണ്, മോനെ ഒരു വിഷമമില്ലാതെ പൊയ്ക്കോളാൻ പറഞ്ഞു. പക്ഷെ പൊയ്ക്കോളാൻ പറഞ്ഞെങ്കിലും ഈ കലാമിന് അങ്ങനെ പോകാൻ പറ്റുന്നില്ല. കലാം അവിടെ ഒന്നുകൂടെ ആലോചിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഹലോ. കലാം തിരിഞ്ഞു നിന്നിട്ട് എന്ത് പറഞ്ഞെന്നറിയോ? എൻ്റെ ഉമ്മച്ചിക്ക് ഞാനൊരു വാക്ക് തരികയാണ്. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ മാതാവിന്റെ സ്ഥാനം എൻ്റെ ഉമ്മയ്ക്ക് ഞാൻ വാങ്ങിത്തരുമെന്ന്. എന്താ കലാം പറഞ്ഞത്? എന്താ പറഞ്ഞത്? കേൾക്കുന്നുണ്ടോ? എന്താ പറഞ്ഞത്? ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതിയായ മാതാവിന്റെ സ്ഥാനം എൻ്റെ ഉമ്മച്ചിക്ക് ഞാൻ വാങ്ങിത്തരും. ഇത് മറക്കുമോ ഞാൻ പറഞ്ഞ സെന്റൻസ്? നിങ്ങൾ വേറെ ആരോടൊപ്പം പറഞ്ഞു കൊടുക്കോ? ഇല്ല. നാളെ 1-ാം തീയതി സ്കൂൾ തുറക്കും കേട്ടോ, താക്കോലൊക്കെ കിട്ടിയെന്നാ പറഞ്ഞു. അപ്പോൾ തുറന്നു കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു കൊടുക്കോ? ഇല്ല. ക്ലാസ്സിൽ ഒഴിവ് സമയത്ത് കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കോ ഇങ്ങനെ സംഭവം ഉണ്ടായിരുന്നു? അങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ എന്താണ് പറഞ്ഞത്? എൻ്റെ ഉമ്മച്ചിക്ക് എന്ത് വാങ്ങി തരുമെന്ന് പറഞ്ഞത്? ഈ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവതിയായ ഉമ്മേൻ്റെ സ്ഥാനം ഞാൻ വാങ്ങി തരുമെന്ന്. എന്നിട്ട് കലാം എന്ത് ചെയ്യുന്നറിയാമോ? അന്ന് തൊട്ട് കലാം അവിടെ നിന്ന് തീരുമാനിച്ചിറങ്ങി, ഇനി മുതൽ ഞാൻ നന്നായി പഠിക്കും. ഇനി ഞാൻ എന്ത് ചെയ്യും? ഹലോ, ഇനി ഞാൻ എന്ത് ചെയ്യും? എങ്ങനെയാണ് സന്തോഷം ഉണ്ടാക്കി കൊടുക്കുക? നന്നായി പഠിച്ചിട്ട്. അന്ന് തൊട്ട് കലാം കിട്ടുന്ന സമയങ്ങളിലൊക്കെ നന്നായി പഠിച്ച് വളർന്ന് മിടുക്കനായി എന്തായി മാറി? അറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനായി, ഇന്ത്യയുടെ രാഷ്ട്രപതിയായി, എല്ലാ മേഖലകളിലും തിളങ്ങി, പൈസ ഇഷ്ടം പോലെയായി. ശരിയല്ലേ? ഇന്ത്യ രാജ്യത്തിന്റെ സർവ്വ സൈന്യാധിപന്റെ പദവി കയറി കുത്തിരുന്നു. വിമാനം പറത്തുന്നത് പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ നിന്ന് ഇറക്കിവിട്ടതാ. അവസാനം ആ വിമാനം പറത്തുന്ന നാവികസേന അടക്കമുള്ള അതിൻ്റെ എല്ലാം ക്യാപ്റ്റനായി, ഏറ്റവും ഉയർന്ന സർവ്വ സൈന്യാധിപൻ, കമാൻഡർ ഇൻ ചീഫായി ആര് മാറി? APJ അബ്ദുൽ കലാം മാറി. അതുപോലെ ഈ കുട്ടിയെ പോലെ നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ട്. ലക്ഷ്യം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, പിന്നെ എങ്ങനെയാണ് അത് നടപ്പിലാക്കാനുള്ള തൻ്റെ ഇടം വേണം. ശരിയാണോ? നിങ്ങളെങ്ങനെയാണ് സാധാരണ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കുന്ന 2 നേരം എനിക്കറിയാം, അവരിങ്ങനെ വന്നിട്ട് വൈകിട്ട് അമ്മ പഠിക്കടാ എന്ന് പറയുമ്പോൾ അവസാനം ഇടയ്ക്ക് പറയും ഉറപ്പിക്കുകയാണെന്നൊക്കെ ചോദിക്കും. എന്നാലും പിന്നെ തല്ലിട്ട് എടുക്കും. അങ്ങനെ എടുക്കുമ്പോൾ ഇന്നിപ്പം മലയാളം ശോഭ ടീച്ചർ മലയാളം പഠിക്കാനല്ലേ പറഞ്ഞത്. അപ്പോൾ തരിൽ തന്നെ കടാക്ഷാഞ്ചല അല്ലെങ്കിൽ വേണ്ട ഹിന്ദി പഠിക്കാം. അല്ല, സോഷ്യലല്ലേ ശരിക്കും പഠിക്കേണ്ടത്? അല്ല വേണ്ട, നാളെ തൊട്ട് തുടങ്ങാം പോരെ? ഇങ്ങനെ എത്ര പേരൂടെ ഉണ്ട്? കൈവക്കിക്ക്. എനിക്കറിയാം, ഉണ്ട്. അങ്ങനെയുള്ള ഒരു കലാഭാഗമോ ഇവിടുന്ന് തീരുമാനിക്കണം. അല്ല ഇപ്പം കിട്ടുകടി. ഇപ്പം എന്ത് തീരുമാനിച്ചിട്ടാ പോയി? ഈ മീറ്റിങ്ങിൻ്റെ ആകെ ഒരു ഗുണം അതാണ്. എന്താ ചെയ്യേണ്ടത്? ഈ കസേരയിൽ വന്നിരുന്ന എല്ലാ കുട്ടികളും തീരുമാനിക്കണം, കഴിഞ്ഞ വർഷം പഠിച്ചതിനേക്കാളും ഒന്നുകൂടി ശ്രദ്ധിച്ച് നന്നായി ഞാൻ കൂടുതൽ പഠിക്കും എന്ന് തീരുമാനിക്കാതെ ഇതിനപ്പുറം കിടക്കരുത്. പറ്റാത്തൊരു കൈവക്ക് ഒന്ന് കാണണമല്ലോ. വേഗം. ആരും ഇല്ലല്ലോ, എല്ലാവരും പഠിക്കൂലേ? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇതിനു മുമ്പ് ഏതെങ്കിലും വാക്ക് നിങ്ങൾ പാലിച്ചിട്ടുണ്ടോ? ഇവര് മിണ്ടുന്നില്ല. കുട്ടി പഠിത്തം കഴിഞ്ഞാണോ? പഠിക്കുന്നുണ്ടോ? എന്നാൽ ഞാൻ പറഞ്ഞത് ഉറപ്പാണല്ലോ. ഞാൻ അന്വേഷിക്കും. ഞാനും ഷാജിയേട്ടനും കൂടെ വരും. അന്നേരം അങ്ങനെ ഇല്ല, ഓരോ വീട്ടിലും വരും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും? ഈ 1-ാം തീയതി തൊട്ട് എന്ത് ചെയ്യും? കഴിഞ്ഞ കൊല്ലത്തെക്കാളും
ഒന്നും കൂടി കാര്യമായി ശ്രദ്ധിച്ച് പഠിക്കും. ഉറപ്പാണോ? അങ്ങനെ പഠിച്ചാൽ എന്താ കിട്ടുക? 5-10 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോലി കിട്ടും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ ഈ കുട്ടി പറഞ്ഞ പോലെ ശമ്പളം കിട്ടും. ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമുള്ളതൊക്കെ വാങ്ങാം. പിന്നെ നല്ലൊരു വീടും വെക്കാം. നിർബന്ധമാണ് ഒരു കല്യാണം കഴിക്കാം. കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ? ഇല്ല. 2-3 മാസം കഴിഞ്ഞ് മതി ആണോ? ഇപ്പം വേണ്ടെന്നാ 2 മാസം കഴിഞ്ഞ് മതി. കല്യാണം കഴിച്ചോളൂ, കുഴപ്പമില്ല. പക്ഷെ കഴിക്കുമ്പോൾ നേരത്തെ ഇത് സൂചിപ്പിച്ച ഒരു കാര്യമുണ്ട്, നിങ്ങൾ മനസ്സിലായെന്ന് അറിയില്ല. വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ ആലോചിച്ച് കല്യാണം കഴിക്കുന്നത് മതി കേട്ടോ. സമ്മതിച്ചോ? ഇവർ മിണ്ടുന്നില്ല. കാരണം എന്താ പറയുക, നമ്മുടെ ഈ മൊബൈൽ ഫോണിൽ, എൻ്റെ ഫോൺ ഇവിടെ എടുത്ത് വെച്ചു, ഈ ഫോണിനകത്തൊക്കെ ചില മെസ്സേജ് കണ്ടിട്ടും അങ്ങനെയൊക്കെ ഒരുപാട് പേര് അബദ്ധം പറ്റി കുഴപ്പത്തിലാകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മോളെ? ഉദാഹരണത്തിന് ഫേസ്ബുക്കിൽ തിരുവനന്തപുരത്തുകാരിയായിട്ടുള്ള M.Com കാരി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയോ? മോനറിയോ M.Com എന്ന് പറഞ്ഞാൽ? B.Com എന്ന് പറഞ്ഞാൽ അറിയില്ലേ? നമ്മൾ 10ാം ക്ലാസ് കഴിഞ്ഞാൽ +2 അല്ലേ? അത് കഴിഞ്ഞാൽ പിന്നെ ഡിഗ്രി കോഴ്സ് B.Com അല്ലെങ്കിൽ BA BSc അതിൻ്റെ മുകളിൽ പിന്നെയും പഠിക്കുന്നതാണ് M.Com എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ അങ്ങേ തലയെത്തി. അങ്ങനെ M.Com പഠിച്ച ഒരു പെൺകുട്ടി ഫേസ്ബുക്കിലൂടെ ഒരാളെ പരിചയപ്പെട്ടു. ഭയങ്കര കമ്പനിയായി. എനിക്കൊന്ന് കാണണം ചേട്ടാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര നാടി കൊച്ചെന്ന് പറഞ്ഞ് അങ്ങോട്ടൊരു മെസ്സേജ് അയച്ചു. അവസാനം അവിടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം വന്ന് ഇറങ്ങി ഈ കാമുകനെ കാണാൻ. കാമുകൻ പിന്നെ ഫോൺ എടുക്കുന്നില്ല, വിളിച്ചിട്ട് പിന്നെ ഫോൺ എടുക്കുന്നില്ല. രാത്രിയായി, വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുകയാണ് ഈ പെൺകുട്ടി. തിരുവനന്തപുരത്ത് നിന്ന് വന്നതാ. അവസാനം കണ്ട ആളുകൾ പറഞ്ഞു, ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഇരിക്കല്ലേ, അപ്പോൾ പോലീസുകാർ ഇടപെട്ട് എന്താ വളർന്നു ചോദിച്ചാൽ അവസാനം കുട്ടി പറഞ്ഞു, ഞാൻ എൻ്റെ കാമുകനെ കാണാൻ വന്ന ലവർ എന്ന് കേട്ടിട്ടുണ്ടോ? റബ്ബറല്ല, ലവർ. അങ്ങനെ സാധനം ഉണ്ട്. എന്നിട്ട് വിളിച്ച് എടുക്കുന്നില്ല. അപ്പോൾ ഈ നമ്പർ നോക്കി പിന്നെ പോലീസുകാർ അന്വേഷിച്ചപ്പോൾ ആളെ മനസ്സിലായി, വിളിച്ചു വരുത്തി. അപ്പോൾ എത്ര വയസ്സാണെന്ന് അറിയോ ഈ ലവറിന്? 78. എത്ര വയസ്സുണ്ട്? 78. അയാൾ പറ്റിച്ചതാ. ഇമ്മാതിരി അബദ്ധം പറ്റിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ ആ പണിക്ക് പോവോ? നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയും പറയുന്നത് കേട്ട് നല്ല മക്കളായി ജീവിക്കോ? ഇല്ല, ഞാൻ പോവാ. ഉറപ്പ് പറയ്. ഇല്ലേ? കുഴപ്പമുണ്ടാക്കോ? എന്നാ മതി. എന്തെന്ത് മനസ്സിലായെന്ന് അറിയില്ല. ഒത്തിരി പേര് അങ്ങനെ അപകടത്തിൽപ്പെടുന്നു. നിങ്ങൾ പത്രമൊക്കെ വായിക്കുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള നല്ല കുട്ടികളാണ്. പിന്നെ ജോലിയെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ നല്ലൊരു വീടുണ്ടാക്കോ? ഇല്ല. ഉണ്ടാക്കോ? ആ വീടുണ്ടാക്കിയാൽ അതിൽ ഏറ്റവും നല്ല മുറി ആർക്ക് കൊടുക്കും? അതിൽ ഏറ്റവും നല്ല റൂം ആർക്ക് കൊടുക്കും? നിങ്ങൾ എടുക്കോ അമ്മയ്ക്ക് അച്ഛനും കൊടുക്കോ? ഇപ്പം പറയണം, അല്ലെങ്കിൽ വീട് ഞങ്ങൾ ഉണ്ടാക്കാൻ സമ്മതിക്കൂല. ദേവറേ താരാട്ട് പാടിയതമ്മ, താലോലം ആട്ടിയതമ്മ. ശരിയല്ലേ? പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നും മകൾ നൽകിയതമ്മ, പൊന്നിൻ്റെ നിറമല്ലേലും പൊന്നേന്ന് വിളിച്ചതമ്മ. ശരിയല്ലേ? സൂര്യനായി തഴുകി ഉറക്കമുണർത്തുമൻ അച്ഛനെയാണെനിക്കിഷ്ടം, ഞാനൊന്നു കരയുമ്പോൾ അറിയാതെ ഉരുകുമൻ അച്ഛനെയാണെനിക്കിഷ്ടം. അച്ഛൻ വന്നിട്ടുണ്ടോ? ഇല്ലേ? എന്നാ പോയി വിളിച്ചോണ്ടോ. ഈ കുട്ടികളോട് അച്ഛനും അമ്മയും വരണ്ടേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ കൺമുന്നിൽ കാണപ്പെട്ട ദൈവങ്ങളല്ലേ അച്ഛനും അമ്മയും? അവർക്ക് ഏറ്റവും നല്ല മുറി കൊടുക്കൂല? നിങ്ങൾ വീടുണ്ടാക്കിയിട്ട് അതിൽ ഏറ്റവും നല്ല മുറി നിങ്ങളെ താമസിക്കുക, അത് അവർക്ക് കൊടുക്കുമോ? വാക്ക് പറയും. അത് തരൂല എന്നാണല്ലോ ഇപ്പോൾ കാണുന്നത്. ഇവരൊന്നും മിണ്ടുന്നില്ല, വീട് വെക്കുന്നില്ലെന്നാ. അങ്ങനെ അച്ഛനമ്മയും കൊടുക്കാനാണ് വീട് വെക്കുന്നില്ല എന്നാ പറയടോ. ഞാൻ പറഞ്ഞ ഉദ്ദേശിച്ചത് എന്താ അങ്ങ് മനസ്സിലായി? വീടിൻ്റെ മുറി കൊടുക്കുന്നതല്ല ഉദ്ദേശിക്കുന്നത്. അവരെ അങ്ങേയറ്റം നമ്മൾ കൂടെ കൊണ്ടു നടന്ന് സ്നേഹിച്ച് കൊണ്ടു നടക്കണം. മനസ്സിലായോ? വൃദ്ധസദനത്തിൽ കൊണ്ടാക്കരുത്, അവിടെ സ്ഥലമില്ല. എല്ലാവരും ആക്കി. മനസ്സിലായോ? കുട്ടിക്ക് പിടികിട്ടിയോ? നിങ്ങൾക്കൊക്കെ മനസ്സിലായോ? നല്ല മക്കളാകണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നല്ല സ്നേഹമുള്ളവർ, വീടിൻ്റെ വിളക്കാകുക എന്ന് പറഞ്ഞാൽ അറിയോ? അങ്ങനെയൊക്കെ ആകണം. അപ്പം ഇനി നമുക്ക് ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ? വേണോ? അത് പോകാൻ തിരക്കുണ്ടോ? ഞങ്ങൾ കോഴിക്കോട് ഇവരൊക്കെ ഉണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി വന്ന സമയത്ത് നമ്മുടെ അന്ന് സൗത്ത് യൂണിയനും മറ്റേ നോർത്ത് യൂണിയനൊക്കെ ഉള്ള സമയത്ത് ഒരു വലിയ സമ്മേളനം നടക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, ഈ സമ്മേളനത്തിൻ്റെ പരിപാടി തുടങ്ങാൻ പോവാണ്. വലിയ സ്റ്റേജാണ്. വളരെ പ്രധാനപ്പെട്ട ടൗണിലുള്ള വലിയ നേതാക്കന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ ജനറൽ സെക്രട്ടറി വിളക്കെത്തിച്ച് തുടങ്ങാൻ പോകുമ്പോൾ സൈഡിൽ നിന്ന് ഒരു അമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഒരമ്മ വിളിച്ചിട്ട് സൈഡിൽ താഴെന്ന് സ്റ്റേജിന് താഴെന്ന് വിളിച്ചിട്ട് പറഞ്ഞു, മാഷേ ഞങ്ങൾക്കൊരു ക്യാഷ് അവാർഡ് തരാമെന്ന് പറഞ്ഞില്ലേ, അതിപ്പോൾ കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് പോകാമായിരുന്നു. മീറ്റിംഗ് തുടങ്ങിയാൽ പിന്നെ അത് കേൾക്കാനിരിക്കണ്ടേ. അങ്ങനെയുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? കുറച്ച് നേരം ഇരിക്കൂലേ? ക്ഷമിക്കൂലേ? നാളെ തൊട്ടത് കേൾക്കണ്ടല്ലോ, സ്കൂളിൽ നിന്ന് മാഷന്മാരെ കേട്ടാൽ പോരെ. അപ്പോൾ ഏതായിരുന്നു ഇവിടെ ഞാൻ പറയുന്നത്, നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ കുറച്ച് സംഘടനാകാര്യം അറിഞ്ഞിട്ട് നിങ്ങൾ വലുതാകുമ്പോൾ ഞങ്ങളെ മറന്നുപോയില്ലേ? മറന്നുപോകാൻ പാടില്ലല്ലോ, ഇത് നിലനിൽക്കണ്ടേ, ഈ നന്മയൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ എന്തിനാണ്
അപ്പോഴേ നമ്മൾ എന്തിനാണ് ഈ ശ്രീനാരായണ ഗുരുദേവനെ എല്ലാവർക്കും അറിയാലോ. എന്തിനാണ് ഗുരുദേവനെ ഇങ്ങനെ സ്മരിക്കുന്നത്, ഗുരുദർശനം ഇങ്ങനെ നമ്മൾ പഠിക്കുന്നത്, എന്തിനാണ് SNDP യോഗത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നത് എന്നതാണ് ചുരുക്കി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. കുറഞ്ഞ കാര്യം. കാരണം നിങ്ങൾ നാളെ ഇത് കൊണ്ടുനടക്കേണ്ടവരാണ്. ഇതൊക്കെ പണ്ട് കാലത്ത് 17 കൊല്ലം മുമ്പ് വളരെ കഷ്ടപ്പെട്ട് ഈ ശിവദാസേട്ടനും അതുപോലെ തന്നെയുള്ള ആളുകളെല്ലാം ഒരുപാട് പ്രയാസപ്പെട്ടാണ് ഇങ്ങനൊരു സംവിധാനം ഇവിടെ ഉണ്ടാക്കിയത്. അത് ഞാൻ ഓർക്കുന്നുണ്ട് ഇതിൻ്റെ പരിപാടി നടക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല കാര്യത്തിന് നമ്മൾ പിന്തുടർച്ചക്കാരായിട്ട് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഇത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് ഇന്ന് ഇങ്ങനെയുള്ള ഈ മനോഹരമായ ജീവിതം സമ്മാനിച്ചവരെ നമ്മൾ ഓർക്കണ്ടേ, നന്ദികൾ കാണിക്കാൻ പാടുണ്ടോ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഗുരുദേവനും SNDP യോഗവും, SNDP യോഗം എന്ന് പറഞ്ഞാൽ അതിൻ്റെ മഹാരഥന്മാരായിട്ടുള്ള നേതാക്കന്മാരാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാവരും ചേർന്ന് നമുക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ നമ്മൾ മുന്നോട്ട് പോകണ്ടേ. ഭാവിയിൽ നമുക്ക് കൂടുതൽ ശാന്തി, സമാധാനം, പുരോഗതി, ഐശ്വര്യമൊക്കെ വേണ്ടേ. ഇന്നത്തേതിനേക്കാളും കൂടുതൽ നല്ല നിലയിലുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടേ. അപ്പോൾ പുരോഗതി ഉണ്ടാവണം. അതിനിങ്ങനെ 2 കാര്യങ്ങളാണ്. ഒന്നുകൂടി പറയാം. ഒന്ന്, നമുക്ക് ഈ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കി തന്ന, അതിന് പിന്നിൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, ത്യാഗം സഹിച്ച അവരെ നമ്മൾ ഓർക്കുന്നതിനാണ്. രണ്ടാമത്തേത്, ഈ പറഞ്ഞ SNDP യോഗം ഗുരുദേവനുമൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു സൗകര്യം ഉണ്ടാക്കി തന്ന അവർ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്ന വഴി കാണിച്ചിട്ടുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് മുന്നോട്ട് പോകണ്ടേ. അപ്പോൾ വഴി ഏതാണെന്ന് അറിയട്ടെ. ഇത്തരം കാര്യങ്ങളാണ് ചുരുക്കി പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കുട്ടികളോട് ചോദിച്ചാൽ, നിങ്ങൾ 2000 മുമ്പ്, 2000 എന്ന് പറഞ്ഞാൽ മനസ്സിലായോ, ഇത് 2026, അപ്പോൾ 26 കൊല്ലം മുമ്പ്, 26 കൊല്ലം മുമ്പാണ് നിങ്ങൾ ജീവിക്കുന്നെങ്കിൽ ഇവരും ഞാനും മൊബൈൽ ഫോൺ കാണൂലായിരുന്നു. വിശ്വസിക്കുമോ നിങ്ങൾ? എടോ അന്ന് മൊബൈൽ ഫോൺ ഇല്ലെന്ന്, മനസ്സിലായോ. കമ്പ്യൂട്ടർ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് എത്തി വരുന്നുള്ളൂ. ശരിയല്ല ഞാൻ പറഞ്ഞത്? അതിന് മുമ്പാണെങ്കിൽ നമ്മൾ ഈ മൊബൈൽ ഉപയോഗിക്കായിരുന്നോ? ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാ? അതിന് ശേഷമല്ലേ വന്നത്. അതുപോലെ ഇന്നൊരു സാഹചര്യം, ആ വണ്ടി ഇപ്പം അങ്ങോട്ട് പോയ വണ്ടിയല്ലേ, ഇത് കേൾപ്പിക്കാതിരിക്കാൻ വണ്ടിയാ. ഇതൊരാൾക്കാരാ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവില്ല. സാറല്ല, മഴയൊന്നും ഇല്ലല്ലോ. 10 മിനിറ്റ് ഇരുന്നൂടെ? വിഷമമുണ്ടോ? വേഗം വിടാം കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞത് എല്ലാം കൂടി വിശദമാക്കാതെ തന്നെ നിങ്ങൾക്ക് ചെറിയ വാക്കിൽ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്ന് ഒരുപാട് സൗകര്യങ്ങളില്ലേ. ഇപ്പൊ കണ്ടേ ഈ തീവണ്ടി ഇതൊക്കെ വന്നിട്ട് ഒരുപാട് കാലമായില്ല. അതുപോലെ ഓവർ ബ്രിഡ്ജ്, അതുപോലെയുള്ള സൗകര്യങ്ങളെല്ലാം, ഈ പറഞ്ഞ മൊബൈൽ, TV, പിന്നെ അതിനപ്പുറം ഞാൻ ചോദിച്ചത് ഇപ്പോൾ ഒരു പുതിയ സാങ്കേതിക വിദ്യ ഉണ്ടല്ലോ. എന്താ AI ആണോ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? ഞാനിപ്പോൾ ഈ മൊബൈൽ എടുത്തിട്ട് അതിനകത്ത് എന്താണ് ഒരു ഇതുണ്ടല്ലോ, ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും പറഞ്ഞു തരൂലേ. പുസ്തകം വായിച്ചു തരാൻ പറഞ്ഞാൽ വായിച്ചു തരൂലേ. ഈ സാങ്കേതിക വിദ്യയൊക്കെ 2000 മുമ്പ് ആണെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നോ? അപ്പോൾ ദൈവം നമ്മളെ 2000 മുമ്പാണ് ജീവിക്കാൻ അനുവദിച്ചതെങ്കിൽ നമുക്ക് കിട്ടുമായിരുന്നോ? അപ്പോൾ ഈ ജീവിതമൊക്കെ ഇപ്പോഴല്ലേ നമുക്ക് കിട്ടിയത്. പിന്നെ നിങ്ങൾക്ക് അഫ്ഗാനിസ്ഥാൻ എന്ന് കേട്ടാൽ അറിയോ, പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ അറിയോ, ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാൽ അറിയോ, ഇറാൻ എന്ന് പറഞ്ഞാൽ അറിയോ, പിന്നെ ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അറിയോ? വല്ല മനസ്സിലായോ എന്താ അതിൻ്റെ പ്രശ്നം? എല്ലാ സമയത്തും അടിയാ, യുദ്ധം. അപ്പോൾ അവിടെ എങ്ങനെയാണ് നമ്മൾ ജനിച്ചെങ്കിലോ? ദൈവം വിചാരിക്കുക ഇവരൊക്കെ ഇസ്രായേലിൽ ജനിച്ചോട്ടെ വിചാരിച്ചിരുന്നെങ്കിൽ എൻ്റെ ദൈവമേ പണിവാളി. അല്ല മണിപ്പൂരാക്കിയാലും മതി. മണിപ്പൂർ 2 വിഭാഗമായിട്ട് കുക്കികളെന്നും പിന്നെന്താണ് മെയ്തികളെന്ന് പറഞ്ഞ് തിരിഞ്ഞിട്ട് പുറത്തിറങ്ങിയിട്ട് തമ്മി കണ്ട അന്നേരം കൊന്നു കളയും. പത്രം വായിച്ചിട്ടുണ്ടോ? അടിച്ചു കൊന്നു കളയും. എല്ലാവരും ഒളിവിൽ കാട്ടിലൊക്കെയാണ് താമസിക്കുന്നത്. അവിടെ എങ്ങനെയാണ് നമുക്ക് ജീവിതം ദൈവം തന്നിരുന്നതെങ്കിൽ എന്താകുമായിരുന്നു? കുട്ടി പറയും. സംഗതി പ്രശ്നമാണോ? അതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഈ ജീവിത സൗകര്യങ്ങൾ തന്നിട്ടുള്ളത് സത്യം പറഞ്ഞാൽ ഈശ്വരനാണല്ലോ. അപ്പോൾ ഈശ്വരനെ മറന്നു കളിക്കാവോ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞല്ലോ മാതാപിതാക്കളുടെ കാര്യം, അത് ഞാൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനി വിശദീകരിക്കേണ്ടതില്ലല്ലോ അല്ലേ? അച്ഛനമ്മേനെയൊന്നും ഇനി പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട ഒരു കാര്യമില്ലല്ലോ. നിങ്ങൾ പരീക്ഷയ്ക്ക് ഏറ്റവും നല്ല മാർക്ക് വാങ്ങിയാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്ന ആരാ? നിങ്ങളെക്കാൾ സന്തോഷിക്കുന്ന ആരാ? നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഫുൾ A+ അല്ലെങ്കിൽ 9A+ അല്ലെങ്കിൽ 5A+ കിട്ടി. ആ A+ കിട്ടുമ്പോൾ നിങ്ങളെക്കാൾ സന്തോഷിക്കുന്നത് ആരാണ്? ഒരു സന്തോഷമില്ല. നിങ്ങൾ അച്ഛനമ്മയ്ക്ക് ഒരു സന്തോഷമില്ലാത്തവരാ. എന്തിനാ കൊച്ച ഈ മാർക്കെല്ലാം വാങ്ങിച്ചാന്നാണ് ചോദിക്കുക. അച്ഛനമ്മയ്ക്കല്ലേ? അപ്പോൾ നിങ്ങൾക്കൊരു A+ കുറഞ്ഞാൽ, ഒരു മാർക്ക് കുറഞ്ഞാൽ ഏറ്റവും അധികം സങ്കടപ്പെടുന്ന ആരാ? നിങ്ങളെക്കാൾ സങ്കടപ്പെടുന്ന ആരാ? അവർ മിണ്ടുന്നില്ല. ആരാടോ? അപ്പോൾ ആ അച്ഛനമ്മ ഒരു വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാ പിന്നെ അവരോട് ദേഷ്യം പിടിക്കുന്നത്? എനിക്ക് ഉത്തരം കേട്ടണം. അത്രയും നിങ്ങളെ സ്നേഹിക്കുന്ന, അവരുടെ ജീവനേക്കാളും അങ്ങേറ്റം സ്നേഹിക്കുന്ന അച്ഛനും അമ്മയെ ഒരു മാർക്ക് പറഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റുപറ്റിയാൽ, കൂടുതൽ സമയം മൊബൈൽ കണ്ടാൽ, TV കണ്ടാൽ, ഒരു വഴക്ക് പറഞ്ഞാൽ ഉടനെ തന്നെ ഭയങ്കര ദേഷ്യം പിടിച്ച് ഞാനില്ല എന്നാൽ ഞാൻ പോവാന്ന് പറയുന്ന ആ ദേഷ്യം പിടിക്കുന്നത് ശരിയോ തെറ്റോ? ഇനി മേലാൽ അങ്ങനെ ചെയ്യുമോ? വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കണം. ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കുന്നമംഗലത്ത്
ഒരു കുട്ടീൻ്റെ അടുത്ത് മൊബൈൽ വാങ്ങിച്ചു വെച്ചതിന് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ നോക്കുമ്പോൾ ജനലിൽ തൂങ്ങി കിടപ്പുണ്ട്. അത് ഉണ്ടായ കാര്യമാണ്. അതായത് കല്യാണം നിശ്ചയിച്ച പെൺകുട്ടിയാണ്, അതിൻ്റെ ഒരു അനിയനും ഉണ്ട്. എന്നിട്ട് രാത്രി സീരിയൽ കാണാൻ വേണ്ടി പെൺകുട്ടി ചെന്നപ്പം ഇതിൻ്റെ റിമോട്ട് ഇരിക്കുന്ന അനിയൻ്റെ അവൻ ഫുട്ബോൾ കാണുകയാണ്. ഇവർ തമ്മിൽ അടിയായി. അടി മൂത്ത് കഴിഞ്ഞപ്പോൾ എന്തായി, അച്ഛൻ ഇടപെട്ട് നിനക്ക് നാണുണ്ടോ മോളെ, കല്യാണ പ്രായം കഴിഞ്ഞ് പിന്നെ കെട്ടിക്കാനായിട്ട് നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു, നീ അനിയനോട് അടി കൂടുകയാണ്, അങ്ങോട്ട് കൊടുക്കടി എന്ന് പറഞ്ഞു. അവൾ ദേഷ്യം പിടിച്ചു അകത്ത് കയറി കഥ കടച്ചു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചത് കാണുന്നില്ല. പുറകോട്ട് ജനലിൽ തുറന്നു നോക്കിയപ്പം അതിൽ തൂങ്ങി നിൽക്കുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ തൂങ്ങാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇപ്പം പറയണം, മുട്ടുകാരി ഞാൻ തല്ലി പിടിക്കും. ഈശ്വര, ഇത് എന്തൊരു മനുഷ്യരാ അല്ലേ? അപ്പോൾ ഇപ്പം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? നമ്മുടെ അച്ഛനും അമ്മയും നമ്മളെ വഴക്ക് പറയുന്നത് എന്തിനാണ്? നമ്മുടെ നന്മയ്ക്കല്ലേ. അപ്പം നിങ്ങൾ അവരോട് പിണങ്ങോ? ഞാൻ സ്കൂളിലുള്ള സമയത്ത് എൻ്റെ ഒരുപാട് കുട്ടികൾ ഇങ്ങനെ പിണങ്ങി നാടുവിട്ടൊക്കെ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇനി പറയണ്ടല്ലോ, കുഴപ്പമുണ്ടാക്കുമോ? ഉറപ്പല്ലേ? ആ വഴക്ക് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളെ അവർക്ക് അത്ര ഇഷ്ടമാണെന്നല്ലേ? ഓക്കെ ആണോ? അതാണ്. അത് ഞാൻ നേരത്തെ പറഞ്ഞു. അതുപോലെ എൻ്റെ അടുത്തൊരു അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം മുക്കത്തല്ലേ കോഴിക്കോട് ശോഭ ടെക്സ്റ്റൈലിൽ തുണി വാങ്ങാൻ പോയി. ശോഭ എന്താ ശോഭിക്കേ എന്തോ സാധനം ഇല്ലേ, അവിടെ തുണി വാങ്ങി 2 മക്കളും അച്ഛനമ്മയുണ്ട്. അപ്പം കയ്യിൽ 4000 രൂപയുള്ളൂ. ഇവിടെ വിഷുവിനെ അവിടെ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ മക്കളെ ഏതാ എടുക്കുക? അത് മക്കളെയും കൂട്ടി പോയിട്ടില്ലേ? ഏറ്റവും വില കൂടിയത് നല്ലതല്ലേ അവർ എടുക്കുകയുള്ളൂ. നമ്മുടെ മനസ്സെന്താ? ആ നല്ലത് അവർക്ക് കൊടുക്കണം. പക്ഷേ പൈസ തികയില്ല. അപ്പോൾ എന്ത് ചെയ്തു? അവർ 2 പേരും കൂടി ഒരു 1500-2000 ഉള്ളത് എടുത്ത് ഏതാണ്ട് പൈസ തീരാറായി. അപ്പോൾ വൈഫിന് കാര്യം മനസ്സിലായി. അപ്പോൾ അവർ ഒരു ചെറിയ സാധനം എടുത്തുകൊണ്ട് ഭർത്താവിനോട് ചോദിച്ചു, നിങ്ങൾ എടുക്കുന്നില്ല ചോദിച്ചു. അയ്യേ, ഇവിടുന്ന് എടുക്കത്തില്ല, എനിക്ക് പറ്റിയ തുണി ഇവിടെ ഇല്ല, ഞാനങ്ങനത്തെ ഒന്നും എടുക്കലില്ല കേട്ടോ, നിങ്ങൾ എടുക്കലില്ലല്ലോ, അത് തന്നെ. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ അച്ഛൻ നമ്മൾ ഒരുപാട് കാലമായില്ലേ പുറത്തൊക്കെ പോയിട്ട്, നമുക്ക് ഒരു ചെറിയ ഭക്ഷണം കഴിക്കാം. അവിടെ കയറിയപ്പോൾ എന്താ വേണ്ടത്? മക്കൾക്ക് 2 പേർക്കും മാന്തി. എന്താണ് വേണ്ടത്? ചുവന്ന പൊടി കെട്ടണം. ഇന്റർവെൽ കിട്ടും നല്ലതല്ലേ? നിങ്ങൾ മടുക്കുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ, ഞാൻ നിർത്തിക്കോളാം. ഇപ്പോൾ ഒരുപാട് കൊല്ലം കൂടി ഒരുപാട് സമയം കൂടിയല്ലേ ഒന്ന് കൂടുന്നേ, കുറച്ചിരുന്നൂടെ? കുഴപ്പമില്ലല്ലോ, ഞാൻ നിങ്ങളെ വഴക്കൊന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെ 2 പേർക്കും മന്തി വേണം, മേടിച്ചു കൊടുക്കണ്ടേ? നമ്മൾ വാങ്ങി കൊടുക്കൂലേ? എന്ന് പറഞ്ഞാൽ അച്ഛൻ പറഞ്ഞ മന്തി 2 പേർക്കും വാങ്ങിച്ചു കൊടുത്തു. അമ്മ വേഗം ഒരു ചെറിയ ലൈം ജ്യൂസ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, അത് വാങ്ങിച്ചു കൊടുത്തു. അച്ഛനൊരു കട്ടൻ ചായ വേണം. മക്കൾ ചോദിച്ചു അച്ഛന് വേണ്ടേ? അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഒന്നും വിശപ്പില്ല, ഗ്യാസാ. ഈ ഗ്യാസ് എന്താണെന്നറിയോ? അതിൻ്റെ പേരാണ് പുത്രസ്നേഹം. നിങ്ങൾ വല്ല മനസ്സിലായി ഞാൻ പറഞ്ഞത്? അച്ഛൻ എന്തുകൊണ്ടാണ് വാങ്ങാത്ത? പൈസ ഇല്ല. പക്ഷെ മക്കൾക്ക് വാങ്ങി തന്നോ? ഇതിൻ്റെ പേരാണ് അച്ഛൻ. പിടി കിട്ടിയോ? അപ്പോൾ ആ അച്ഛനേക്കാളും വലിയ ദൈവം നമുക്ക് വേറെ ഉണ്ടോ? മാതാപിതാ ഗുരുദൈവം. ആ നന്മ നിങ്ങൾക്ക് ഉണ്ടാവും ഉറപ്പല്ലേ? ഹലോ, ഇവിടെ വന്ന എല്ലാ മക്കൾക്കും ഈ നന്മ എല്ലാ കാലത്തും ഉണ്ടാവോ? എന്നാൽ നമ്മുടെ മീറ്റിംഗ് വിജയിച്ചു. ഓക്കെ ആണോ? അതുപോലെ അമ്മേൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ അല്ലേ, താരാട്ട് പാടിയത് അമ്മ, ശരിയല്ലേ? കുമാരനാശാൻ പഠിപ്പിക്കുന്ന ഒരു അമ്മേനെ മോക്കറിയാവോ? ഏറ്റവും നല്ല അമ്മ ആരാന്നറിയോ? അമ്മയാണ് നമ്മളെ എല്ലാം പഠിപ്പിക്കുന്നത്. നിങ്ങൾ മുട്ടിലഴിഞ്ഞ് പോയപ്പോൾ കണ്ടതൊക്കെ വാരി തിന്നായിരുന്നോ? ഓർമ്മയുണ്ടോ? ഞാൻ കണ്ടായിരുന്നു നിങ്ങളൊക്കെ. ഹലോ, നിങ്ങളൊക്കെ മുറ്റത്ത് മുട്ടിലഴിഞ്ഞ് നടന്നപ്പോൾ കിട്ടിയതൊക്കെ വായിലിരുന്ന് ഞാൻ കണ്ടതാ, ശരിയല്ലേ? അപ്പോൾ അത് തിന്നരുതെന്ന് പഠിപ്പിച്ചതാരാ? ഈ ഇരിക്കുന്ന അമ്മയാ. എങ്ങനെയാ പഠിപ്പിച്ചത്? നിങ്ങൾ ഈ കോഴിക്കാട്ടം എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ലേ? മനുഷ്യന് ഒരു കോഴിക്കുഞ്ഞെന്ന് പറഞ്ഞാൽ അറിയോ? കോഴിക്കുട്ടി. അതിനെന്തെങ്കിലും ഇട്ട് കൊടുത്താൽ എല്ലാം തിന്നുമോ? അതിന് തിന്നാനുള്ളത് മാത്രം തിരഞ്ഞു തിന്നും. നമ്മളെങ്ങനെയാണോ? മോനെ മനസ്സിലായോ? മോന് പിടി കിട്ടിയില്ലേ? നമ്മൾ എന്ത് കണ്ടാലും, കുഞ്ഞുമക്കൾ വീട്ടിലുണ്ടോ നിങ്ങൾക്ക് അറിയാം, കൊച്ചു കുട്ടികൾ വീട്ടിലുണ്ടോ, കുട്ടലെഴുതുന്നത് അവർ എന്ത് കിട്ടിയാലും തിന്നും. വേറെ ഒരു ജീവി അങ്ങനെ തിന്നൂലല്ലോ. തിന്നോ? അവർ തിന്നുന്ന മാത്രം തിരഞ്ഞെടുക്കും. മനുഷ്യൻ അങ്ങനെ കുഴപ്പമുണ്ട്, എല്ലാ കഴിവുണ്ട്, പക്ഷേ അങ്ങനെ കുഴപ്പമുണ്ട്. അപ്പൊ ഈ അമ്മ എന്ത് ചെയ്യുന്ന അറിയാം? അമ്മ ഇരിപ്പുണ്ട്, അതെടുക്കുമ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ ഇത് ശരിയല്ലേ? അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും? അപ്പൊ 2 ദിവസം കഴിയുമ്പോൾ ഇത് കാണുമ്പോൾ നമ്മളെ വിളിച്ചിട്ട് കാണിക്കൂലേ? ഇതാണ് പഠിപ്പിച്ചത്. ഇതിന്റെ പേരാണ് അമ്മ. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ നന്നായത്. അങ്ങനെ ഒരുപാട് അമ്മയെക്കുറിച്ച് പറയാനുണ്ട്. ഏതായാലും കുമാരനാശാന്റെ അമ്മേനെന്ന് പറഞ്ഞുതരാം. ഈ അമ്മ നിങ്ങൾക്ക് പലർക്കും അറിയുന്നൊരു അമ്മയാ. കുട്ടിയും തള്ളയും കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഇത് പഠിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടോ? നിങ്ങളുടെ സ്കൂളിൽ ക്ലാസ്സിൽ ഇല്ലേ ഇത്? നല്ലതൊന്നും പഠിപ്പിക്കില്ല തീരുമാനിച്ചോ കേരളം? ഇപ്പോൾ ഒരു ക്ലാസ്സിലും ഇല്ല. നിങ്ങൾ 3, 4, 5, 6, 7 ഒന്നും പഠിച്ചിട്ടില്ല. കുമാരനാശാന്റെ കവിത, അതിന്റെ പേര് കുട്ടിയും തള്ളയെന്ന. ഈ വല്ലിയിൽ നിന്നു ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. ഒരു ചെറിയ കുട്ടി ഈ ചിത്രശലഭങ്ങൾ പൂവിൽ വന്ന് തേൻ കുടിച്ചിട്ട് പറന്നു പോകുന്നുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവും അല്ലേ? ആ പറന്നു പോകുന്നുണ്ട്. ഞാൻ കുട്ടി ഉടനെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കുകയാണ്. ചെറിയ കുട്ടിയാ, ഓർമ്മയുണ്ട് ഇതൊക്കെ? എന്താ കാണിച്ചു കൊടുത്തത്? എന്താണ്? ഈ വല്ലിയിൽ നിന്ന് ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ. പറന്നു പോകുന്നത് എന്താണെന്നാ കുട്ടി വിചാരിച്ചത്? പൂക്കളാ. അപ്പോൾ ആദ്യത്തെ അധ്യാപിക ആരാ കുട്ടിയുടെ?
അമ്മയാണ്. അമ്മ എന്നാ തിരുത്തി കൊടുക്കുകയാണ്. തെറ്റി നിനക്കുണ്ണി ചൊല്ലാം നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. ഈ കുട്ടി തെറ്റിപ്പോയി, പൂവല്ല പറക്കുന്നത്. പിന്നെ എന്താ പറഞ്ഞു പോണത്? നൽ പൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. എന്താ പറഞ്ഞു പോകുന്നത്? പൂമ്പാറ്റ. ഇത് ആരാ പറഞ്ഞു തരുന്നത്? അതാണ് അമ്മ. അമ്മയാണ് നമുക്ക് ആദ്യം എല്ലാ അറിവും പകർന്നു തരുന്നത്. ആ അമ്മയെ ഒരിക്കലും വൃദ്ധസ്ഥാനത്തിലാക്കാൻ പറ്റൂല. പറ്റുമോ? കഴിഞ്ഞ ദിവസങ്ങൾ കണ്ടായിരുന്ന 80 വയസ്സുള്ള എന്തായാലും പേര് മറന്നുപോയി, 2 മക്കളുണ്ട്. ഒരു അധ്യാപകനുണ്ട്, പണക്കാരനുണ്ട്. അച്ഛൻ ഭക്ഷണം കിട്ടാതെ കിടന്ന് മെലിഞ്ഞ് മരിക്കാറായപ്പോൾ നാട്ടുകാർ കൊണ്ടുപോയത് നിങ്ങൾ കണ്ടായിരുന്നോ? ഗാന്ധി ഗ്രഹത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയത് ആളുകൾ വന്നിട്ട് നിങ്ങൾ കണ്ടില്ല? ഈ കഴിഞ്ഞ ആഴ്ച അവർ പേരില്ല ഗാന്ധി ഗ്രഹം കേസും കൊടുത്തു മക്കളുടെ പേരിൽ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യാതിരിക്കാനാണ് ഞാനീ പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നല്ല കേട്ടോ, കേൾക്കുന്നവർ. നിങ്ങളാരും അങ്ങനെ ചെയ്യുന്നവരല്ലല്ലോ. അപ്പോൾ ഏതായാലും ഇങ്ങനെയാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? ഇത് എന്താണ്? നൽ പൂമ്പാറ്റകളല്ലേ ഇതല്ല, പൂമ്പാറ്റകളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ കുട്ടി പിന്നെ എന്താ പറയുന്നത്? അന്ന് പഠിച്ചൊന്ന് ഓർമ്മ വെച്ച് നോക്കിയേ. മേൽക്കുമേലിങ്ങിവ പൊങ്ങി വിണ്ണിൽ നോക്കമ്മേ എന്തൊരു ഭംഗി. മേൽക്കുമേലിങ്ങനെ പറഞ്ഞു വന്ന് കാണാൻ എന്ത് രസമല്ലേ. പിന്നെ അടുത്ത എന്താണെന്നറിയോ? അയ്യോ കൂടെ പോയി കളിപ്പാൻ വയ്യ എനിക്കു പറക്കാൻ. പിന്നെന്താ കുട്ടിയുടെ ആഗ്രഹം? അതുപോലെ എനിക്ക് കഴിയുന്നില്ല ചാടി നോക്കി പറക്കാൻ. അയ്യോ കൂടെ പോയി കളിപ്പാൻ വയ്യ എനിക്കു പറക്കാൻ. എനിക്ക് പറക്കാൻ പറ്റുന്നില്ലല്ലോ, കുഞ്ഞല്ലേ. അപ്പോൾ വീണ്ടും അമ്മ ആ കുട്ടിക്ക് ഒരു വലിയ സന്ദേശം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു സത്യം പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ പറഞ്ഞു കൊടുത്തത്? അവ പറഞ്ഞത്, ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമലുണ്ണി. എന്താ പറഞ്ഞത്? ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമലുണ്ണി. ആവാത്ത കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ സങ്കടപ്പെടേണ്ടതില്ല. പിച്ച നടന്നു കളിപ്പൂ ഈ പിച്ചകമുണ്ടോ നടപ്പൂ. വലിയ സന്ദേശമാണ് കൊടുക്കുന്ന അമ്മ. എന്താണ് അതിന്റെ അർത്ഥം? മനസ്സിലായോ നിങ്ങൾക്ക്? മനസ്സിലായില്ലേ? എന്താണ്? ആവാത്തതിങ്ങനെ എണ്ണി ചുമ്മാ മാഴ്കൊല്ല എന്നോമലുണ്ണി. നമുക്ക് കഴിയാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സങ്കടപ്പെട്ട് വെറുതെ ജീവിതം പാഴാക്കരുത്. പിന്നെ എന്താണ്? ഇത് നമുക്ക് പറ്റുന്ന പണിയെടുത്താൽ പോരെ. പിച്ചകമുണ്ടോ നടപ്പൂ പിച്ച നടന്നു കളിപ്പൂ. നിനക്ക് എന്ത് കഴിവ് തന്നിട്ടുണ്ട്? ഓടിക്കളിക്കാൻ, ചാടി കളിക്കാൻ, പിച്ച നടന്ന് കളിക്കാൻ എല്ലാ സൗകര്യവും നമുക്ക് തന്നിട്ടില്ലേ? ഈ പൂവിന് ഈ പറയുന്ന പോലെ ഓടി നടക്കാൻ പറ്റുന്നുണ്ടോ? അല്ലെങ്കിൽ പിച്ചകത്തിന് ഓടി നടക്കാൻ പറ്റുന്നുണ്ടോ? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? ആ ആശാന അമ്മയിലൂടെ പറഞ്ഞു തരുന്നത് ഓരോ ജീവജാലങ്ങൾക്കും ദൈവം ഓരോ രീതിയിലുള്ള അവസരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. അല്ല സഹോദര? അതാണ്. അത് മനുഷ്യനും അങ്ങനെയാണ്. എനിക്ക് ദുൽഖർ സൽമാൻ ആകാൻ പറ്റുമോ? നിങ്ങൾ ഈ കൗമാരപ്രായക്കാരില്ലേ ഇതിനകത്ത്? കണ്ണാടി ഒരുപാട് നേരം നോക്കാറില്ലേ? മൂക്ക് ലേശം നീളം കൂടുതലാണോ? അങ്ങനെ നോക്കേണ്ട വല്ല കാര്യമുണ്ടോ? നിറം ലേശം കുറവാണോ? നോക്കേണ്ട കാര്യമുണ്ടോ? നിങ്ങളോടാ പറയുന്നത്. ശരിയോ തെറ്റോ? നിങ്ങളുടെ അഭിപ്രായം എന്താ? ഏറ്റവും സുന്ദരൻ ആരാ? അല്ലെ സുന്ദരി ആരാ? നിങ്ങളിൽ ആരാ ഏറ്റവും സുന്ദരൻ്റെ സുന്ദരി? എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും ഞാനാണ്. എന്നെ കണ്ട വല്ല കുഴപ്പമുണ്ടോ? ഇവിടെയുള്ള നമ്മുടെ പ്രസിഡന്റിനെ പോലെ പൊക്കമില്ലാന്ന് ഞാൻ കുഴപ്പം നിന്നിട്ട് അയ്യേ എനിക്ക് പൊക്കം കുറവാണല്ലോ എന്ന് പറഞ്ഞ് നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ? പ്രസിഡന്റിനപ്പോൾ തോന്നുക ഈ മാഷേക്കാളും എനിക്ക് പൊക്കം കൂടിപ്പോയി തോന്നിയിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പൊക്കം, ഓരോ നിറം, ഓരോ കഴിവല്ലേ? ഇതാണ് പറഞ്ഞു തരുന്നത്. അപ്പോൾ അവനവനുള്ള കഴിവ് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് വളർത്തിയെടുത്ത് നന്നായി ജീവിക്കണം. അല്ലാതെ സൽമാൻ ഖാനെ കണ്ടിട്ടോ പിന്നെന്താണ് കുറേ നടിമാരുടെ പേരൊന്നും എനിക്കറിയില്ല. കാവ്യമാധവനൊക്കെ പിന്നെ കുറേ പേര് കേട്ടിട്ടുണ്ട്. അതൊക്കെ നോക്കിയിട്ട് നമ്മൾ സങ്കടപ്പെടണോ? അതിന് ബ്യൂട്ടി പാർലറിൽ പോയി കഷ്ടപ്പെടണോ? ഉള്ള ക്രീമെല്ലാം വാങ്ങി തേച്ച് കിഡ്നി കളയണോ? വേണോ? ഉള്ള ലിപ്സ്റ്റിക്കെല്ലാം വാങ്ങി തേച്ച് നമ്മുടെ ഈ ചുണ്ടൊക്കെ തേച്ച് കിഡ്നി കളയണോ? നിങ്ങൾ വായിക്കാറില്ലേ? അതൊക്കെ കിഡ്നി ഒരുപാട് പേര് ചികിത്സിക്കാൻ ചെല്ലുന്നുണ്ട്. അപ്പം നമുക്ക് നമ്മുടേതായ സൗന്ദര്യമല്ലേ ഏറ്റവും പ്രധാനം. ശരിയാണോ? മഞ്ഞിട്ട സഹോദരിക്ക് മനസ്സിലായോ? ശരിയല്ലേ? അത് എല്ലാവർക്കും മനസ്സിലാണ്. ഇത് കുട്ടികളുടെ ഇടയിൽ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഈ താടിക്ക് നീളം കുറവാന്ന് പറഞ്ഞിട്ട് ഒരാൾ ഓപ്പറേഷൻ ചെയ്യാൻ പോയി. അതിനകത്തൊരു കഷ്ണം വെച്ചിട്ട് ഓപ്പറേഷൻ ചെയ്തു. വേറൊരാൾ താടിക്ക് ദന്ത ഡോക്ടർമാർ ചെയ്യുന്നൊരു ഓപ്പറേഷനാണ്. ഇവിടെ ഉള്ളിൽ തുറന്നിട്ട് എല്ല് കീറിയിട്ട് അതിനുള്ളിൽ അത് അകൽത്തി വെച്ചു. അപ്പം കുറച്ച് അകലം കിട്ടി. എന്താ കുഴപ്പമെന്നറിയാം? വളരെ ചെറിയൊരു കുട്ടിക്കൊരു സംശയമാണ് താടി ചെറുതാണോ എന്ന്. അപ്പം ഞാനൊക്കെ എന്ത് ചെയ്യും? എനിക്കാണ് താടി ഇല്ല. ഇപ്പം നിങ്ങൾക്ക് എന്തേ മനസ്സിലായോ? നമുക്കുള്ള സൗന്ദര്യം അത് ധാരാളമാണ്. നമുക്കുള്ള പൊക്കം, നമ്മുടെ വണ്ണം, നമ്മുടെ കഴിവൊക്കെ ശരിയാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിൽ പോയി പറയില്ലല്ലോ. എൻ്റെ വീട് നിങ്ങൾ അറിയില്ല. എൻ്റെ മകൻ 8ലും 9ലും പഠിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വഴക്ക് പറയായിരുന്നു. എന്താണെന്നറിയോ? അച്ഛന് പൊക്കം ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് പൊക്കം ഇല്ലാത്തത്. കേട്ടോ ഞാൻ പറഞ്ഞത്? ശരിക്കും അച്ഛന് പൊക്കം ഇല്ലാത്തതുകൊണ്ടല്ലേ എനിക്ക് പൊക്കം ഇല്ലാത്തത്. ഞാൻ പറഞ്ഞു വിടും, നിനക്കിപ്പോൾ 9ാം ക്ലാസ് 13-14 വയസ്സല്ലേ ആയുള്ളൂ. 10-18 വയസ്സാകുമ്പോഴത്തേക്കും പൊക്കം വെച്ചോളൂ. അതൊന്നല്ല, എൻ്റെ പൊക്കം കുറവാണ് സ്വാഭാവികമായിട്ടും പാരമ്പര്യമായിട്ട് ഉണ്ടാവില്ല എന്ന് ചോദിച്ചു. പിന്നെ ആകെ ബേജാറാ. എന്നിട്ട് തൂങ്ങി ആടുക. എൻ്റെ ദൈവം, ഇപ്പം എത്ര പൊക്കം എന്നറിയോ? ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെയാണ്. നീ എപ്പോഴാണ് വരിക? ഇത്ര ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള ബേജാറൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ലല്ലോ. സമ്മതിച്ചോ?
അഡോളസൻസുകാരുടെ പ്രശ്നങ്ങളാണ് ഇതൊക്കെ. ഇതിപ്പോൾ ഞാനിപ്പോൾ എന്തിനാണ് പറഞ്ഞത് എനിക്കറിയാം. ഏതായാലും ഇതൊക്കെ പറഞ്ഞു തരുന്ന ആളുടെ പേരാണ് അച്ഛനും അമ്മയും. ഓക്കെ അല്ലേ? അപ്പോൾ അവരോട് ഏറ്റവും സ്നേഹത്തോടു കൂടി അനുസരിച്ച് നല്ല മക്കളായി അവരെത്ര വഴക്ക് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും അവരോട് ചൂടാവരുത്. അഥവാ മക്കളെ നമ്മൾ പെട്ടെന്ന് പിടുത്തം വിട്ടൊരു ദേഷ്യപ്പെട്ട് അമ്മയോടോ അച്ഛനോടോ ഒരു ദേഷ്യപ്പെട്ടാൽ എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് അച്ഛനോടും അമ്മയോടും പോയി സോറി പറയണം. പറയോ? ഇല്ല, അതിനെന്നെ കിട്ടൂല. പറയോ? ഞാൻ ദേഷ്യത്തിന് പറഞ്ഞാൽ എൻ്റെ പൊന്നമ്മയല്ലേ എന്ന് പറഞ്ഞൊരു മുത്തം കൊടുക്കൂല. അമ്മ വന്നിട്ടുണ്ടോ ഇവിടെ? ആ, എന്നാൽ മതി. വന്നിട്ടുണ്ടെ പിന്നെ ഞാൻ പറഞ്ഞിട്ടാണെന്ന് വിചാരിക്കും. ഇനി ഞാനിവിടെ പറഞ്ഞിട്ട് ഇവിടെ വരാത്തവരെ ഒരു കാര്യം ചെയ്യണം. രക്ഷിതാക്കളോട് ഇല്ലാത്തവർ അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഓർമ്മയുണ്ടോ? അതും അറിയില്ല. അല്ലേ? ഇത് നോക്കിയാൽ അവർ പറഞ്ഞുതരും. അവരുടെ ബർത്ത്ഡേ അറിയാം. ബർത്ത്ഡേ നിങ്ങൾക്ക് നല്ല ഉറപ്പാണല്ലോ. കേക്ക് വാങ്ങണം, ബലൂൺ വേണം, ടിഷ്യൂ പൊട്ടിക്കണം. എന്നാൽ അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞു തരുന്നു, ഇവിടെ ഇന്ന് അച്ഛനും അമ്മയും വന്നിട്ടുള്ളവരോട് ചെയ്യണമെന്നില്ല. അവർ പിന്നെ പറയും ഞാൻ പറഞ്ഞിട്ടാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? നിങ്ങൾ ചെറിയ ചെറിയ പൈസ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്ന സൂക്ഷിച്ച് വെച്ചിട്ട് അവരുടെ ബർത്ത്ഡേ അല്ലെ വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുമോ എന്നുള്ളൊരു കൈവെക്ക്. ഒരു അച്ഛനമ്മ കേട്ടില്ലേ? അച്ഛൻ്റെ അമ്മയുടെ ബർത്ത്ഡേക്ക് അല്ലെ വെഡിങ് ആനിവേഴ്സറിക്ക് അവരറിയാതെ പൈസ സമ്പാദിച്ച് നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിച്ച് പൈസയിലല്ല കൊടുക്കുമെന്ന് ഉറപ്പാണോ? മറന്നു പോവോ? കൊടുത്തു കഴിഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് ഇടണം, നമ്പർ ഞാൻ തരാം. ഇതൊക്കെയാണ് അച്ഛനമ്മ. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, ദൈവമാണല്ലോ നമുക്ക് ഇതെല്ലാം തരുന്നത്. ആ ദൈവത്തെ മറക്കരുത്. ദൈവമാണ് നമ്മളെ സംരക്ഷിച്ചത്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മൾ ആദ്യം ഞാൻ ജനിച്ചത് അമ്മയുടെ വയറ്റില്ല. നിങ്ങളും അങ്ങനെ തന്നെയല്ലേ? 9 മാസവും 9 ദിവസവും 9 മണിക്കൂറാ. അത് പഠിച്ചു വെച്ചില്ല അല്ലേ? എത്ര കുട്ടികളുണ്ട്? എനിക്ക് കറക്റ്റ് കണക്കറിയില്ല. അതിൽ ഏകദേശം 9 മാസവും 9 ദിവസവും 9 മണിക്കൂർ അങ്ങനെ കണക്കുണ്ട് ഇല്ലേ? കേട്ടില്ലേ? അങ്ങനെ പറയുന്ന കേട്ടില്ല. അത്രയും ദിവസം നമ്മൾ എവിടെയാണെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഹലോ, എവിടെയാണെന്ന് അറിയാം? ഞാൻ അമ്മയുടെ വയറ്റില്ല. നിങ്ങൾ എവിടെയായിരുന്നു? അവിടെ തന്നെയല്ലേ എല്ലാവരും? ആ സമയത്ത് നിങ്ങൾ നോക്കിയതാരാ? ഈ വയറിനുള്ളിൽ നിങ്ങൾ കിടക്കുന്നത് ശരിയായിട്ടാണോ? നിങ്ങൾക്ക് പള്ളവേദന ഉണ്ടോ, തലവേദന ഉണ്ടോ, തിരിഞ്ഞാണ് കിടക്കുന്നത്, മറിഞ്ഞാണ് കിടക്കുന്നത്, എന്താ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ആരെങ്കിലും അറിഞ്ഞോ? പിന്നെ ആരാ ഇതൊക്കെ നോക്കിയത്? ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊടു വളർത്ത കൃപാലുവല്ലേ. അപ്പൊ ആരാ നോക്കിയത്? നോക്കിയ ഒരാളുണ്ട്. അതാണ് ഗർഭത്തിൽ വച്ചു ഭഗവാൻ അടിയന്റെ പിണ്ടം എന്ന് പറഞ്ഞ ഇതാണ് ഈ ശരീരം. നോക്കിയത് ആരാണ്? ഗർഭത്തിൽ വെച്ച് ഭഗവാൻ അടിയന്റെ പിണ്ടം എപ്പേരും അൻപൊട് വളർത്ത കൃപാലുവല്ലേ. അൻപൊട് വളർത്തത് ആരാണ്? ഈശ്വരനാണ്. അതാണ്. അപ്പോൾ ഈശ്വരൻ മറക്കാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ അച്ഛനും അമ്മയൊന്നും ആ അകത്ത് കിടക്കുന്ന കുട്ടീനെ കാണുന്നില്ല. അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ SNDP കമ്മിറ്റി ഉണ്ടോ? ഇല്ല. അതാണ്. അവിടെ ബന്ധുക്കളുണ്ടോ? ഉള്ളി കിടക്കുന്ന എങ്ങനെയാണെന്ന് അറിയുന്നുണ്ടോ? അപ്പൊ ആരില്ല? ബന്ധുക്കളില്ല, ബലവും ധനവും മറ്റെന്തൊന്നുകൊണ്ടിത് വളർന്നതഹോ വിചിത്രം. എൻ തമ്പുരാന്റെ കളിയൊക്കെ ഇതൊന്നു നിനച്ച് കണ്ടാൽ അന്ധത്വമില്ല. അതിന് അരുളിയത് നമുക്ക് ഗുരുദേവൻ എഴുതിയ പിണ്ടനന്ദി എന്ന് പറഞ്ഞ കൃതിയിലാണ്. അതുപോലെ വീണ്ടും അതിനകത്ത് വേറെ വരി പറയുന്നത് എന്താണ്? മാതാവുമില്ല പിതാവുമില്ല അന്നവിടെ ആരില്ല. നമ്മുടെ ഉള്ളിൽ നോക്കാൻ മാതാവും പിതാവും ഒന്നുമില്ലല്ലോ. അപ്പൊ ആരാണ് ഇതൊക്കെ നോക്കി സംരക്ഷിച്ച്? ഒന്നുകൂടി പറയാം കുട്ടിക്ക് മനസ്സിലാക്കാൻ വേണ്ടി. കൃത്യമായിട്ട് ഇവിടെ തന്നെ കണ്ണ് ഫിറ്റ് ചെയ്ത്, കൃത്യമായി ചെവി ഇവിടെ തന്നു, മൂക്ക് ഇവിടെ തന്നു, കൈകാലുകളൊക്കെ കറക്റ്റ് തന്നു, ഒരു ആപത്തും ഇല്ലാതെ കറക്റ്റാക്കി എല്ലാം ഈ ശരീരം കാത്ത് ഭൂമിയിലേക്ക് അയച്ചത് ആരാ? ഈശ്വരനല്ലേ. അപ്പൊ ഈശ്വരനെ മറക്കരുത് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പിന്നെ മറ്റൊന്ന് പ്രധാനമായിട്ടുള്ളത്, നമ്മുടെ ഈ അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കുന്നതിന് വേണ്ടി ചുരുക്കി പറയാം, നമ്മുടെ ഈ സംഘടന. ഇപ്പം നമ്മുടെ അവസ്ഥ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് സൗകര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ ജീവിക്കാം. ഈ സാഹചര്യങ്ങളിലേക്കൊക്കെ നമ്മളെ എത്തിച്ചവരെ നമ്മൾ മറക്കാൻ പാടില്ല. മനസ്സിലായോ? അതിൽ 1-2 ഉദാഹരണം പറയാം. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു നങ്ങേലീൻ്റെ കഥയൊന്നും പറയാൻ നേരമില്ല. ഞാനൊരു വേറൊരാളുടെ കാര്യം പറയാം. ആറാട്ടുപുഴ വേലായുധ പണിക്കരെ മാത്രം കുറച്ച് പറയാം. നേരം കുറേ എടുത്തു എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. നിങ്ങൾ മടുത്ത് കാണും കുട്ടികളല്ലേ. ചുരുക്കി പറയാം. അതായത് മൂക്കുത്തി ഇടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഞാൻ കുറേ നേരം നോക്കുന്നുണ്ട്, ആർക്കും മൂക്കുത്തി ഇല്ല. നിങ്ങൾക്ക് ആർക്കും ഇല്ല? എന്നാലും നമ്മുടെ നാട്ടിൽ ആർക്കാണെങ്കിൽ മൂക്കുത്തി ഇടാമല്ലോ. ഒരു മൂക്കുത്തി ഇടണ്ടേ? അതിൻ്റെ ഇഷ്ടമല്ല. ഈ മൂക്കുത്തി ഇടുന്നവരെ കണ്ടിട്ടുണ്ടോ? ഈ മൂക്കുത്തി ഇടാനുള്ള അവകാശം പണ്ടില്ലായിരുന്നു. അതാരോ വാങ്ങി തന്നറിയോ? നിങ്ങൾക്ക് ഏകദേശം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? റോഡിൽ കൂടി നടക്കാൻ അവകാശം ഇല്ലായിരുന്നു, പിന്നെ നമ്മൾ ബലമായി വാങ്ങിയതാ. നമുക്ക് റോഡിൽ നടന്ന അടി കിട്ടുമായിരുന്നു. വിശ്വസിക്കോ? നമ്മുടെ റോഡില്ലേ, നമ്മുടെ റോഡെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടാറിട്ട റോഡൊന്നല്ല, മണ്ണിൻ്റെ റോഡ്. അന്ന് വാഹനങ്ങളൊന്നും കാളവണ്ടിയൊക്കെയാണ് പോകുന്നത്. ആ റോഡിൽ കൂടി നമ്മൾ നടന്നാൽ നല്ല തല്ല് കിട്ടും. നിങ്ങൾ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. നമുക്ക് ഇഷ്ടമുള്ള തുണി എടുക്കത്തില്ലായിരുന്നു. കേട്ടിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം അല്ലേ? കുട്ടിയൊക്കെ അറിയാം. അത് പറഞ്ഞാൽ വിശ്വസിക്കൂല അല്ലേ? പണ്ടൊരു ജാതി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വിവേചനം ഉണ്ടായിരുന്നു, വ്യത്യാസം. ഉയർന്നവർ താണവർ എന്ന് പറയും. താണവർ എന്ന് പറയുന്നവർക്ക് മൃഗങ്ങളുടെ അവകാശം പോലും ഇല്ല. ഉദാഹരണത്തിന് പശു ആണെങ്കിലും ആടാണെങ്കിലും പൂച്ചയായാലും പട്ടിയായാലും വീട്ടിൽ കയറിച്ചല്ല, റോഡിൽ കൂടെ ഒക്കെ നടക്കാം. നമുക്ക് താണജാതി അന്ന് പേര്, താണജാതി ഇല്ല കേട്ടോ, മനുഷ്യരെല്ലാം ഒരു ജാതിയേ ഉള്ളൂ. പക്ഷെ താണജാതി ആക്കിയ ശേഷം എന്ത് ചെയ്തു? താണവരാണെന്ന് പറയുന്നവർക്ക് ഉദാഹരണം തുണി ഉടുക്കണമെങ്കിൽ എങ്ങനെയെന്നറിയോ? ഇവിടെ ഉടുക്കുന്ന തുണി മുട്ടിനൊപ്പം നിൽക്കണം. ആണായാലും പെണ്ണായാലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുമോ?
നമുക്കിപ്പോൾ കേൾക്കുമ്പോൾ എന്ത് നാണക്കേട് തോന്നുന്നുണ്ട്. അരയ്ക്ക് താഴെയും മുട്ടിന് മുകളിൽ മാത്രമേ ആണിനും പെണ്ണിനും തുണി എടുക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറം എടുത്തു കഴിഞ്ഞാൽ നല്ല തല്ലി കിട്ടും, ചിലപ്പോൾ കൊന്നും കളയും. വിശ്വസിക്കാൻ പറ്റുമോ? എന്തൊരവസ്ഥ! ലോകത്തിൽ ഒരിടത്തും ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഏറ്റവും ഉയർന്ന ജാതി എന്ന് പറയുന്ന ഒരാൾ അതിൽ വരുന്നുണ്ടെങ്കിൽ നമ്മളവിടെ കണ്ണിൽപ്പെട്ട നമ്മളെ കൊല്ലും. വിശ്വസിക്കുമോ നിങ്ങൾ? എന്ത് അറിയാം, ഒരാളെ മുന്നിൽ വിടുന്നു. നമ്മൾ ഈ ഐസുകാർ വരുന്നത് കേട്ടിട്ടുണ്ടോ? ഐസ് ഇതിലൊക്കെ അങ്ങനെ വരാറുണ്ടോ? മീൻകാർ വരുന്നൊരു പരിപാടിയില്ലേ, കൂന്ന് കൂക്കിയിട്ട്. ഇവിടെ എന്താ അങ്ങനെ? ഐസാണെങ്കിൽ ഓൺ അടിക്കാൻ തോന്നുന്നു അല്ലേ? വേറെ സാധനം ഉണ്ടല്ലേ, കിണി 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 പഞ്ഞൂട്ടായി, അതൊക്കെ ഇവിടെ അങ്ങനെ തന്നെയല്ലേ? അതേപോലെ അന്ന് ഇങ്ങനെ ഉണ്ട്, മുന്നിൽ ആളെ വെക്കും, എന്നിട്ട് ഹോയ് 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 കേട്ടാൽ നമ്മൾ ഓടി കാട്ടിൽ ഒളിച്ചോണം. അവരെ കണ്ണിൽ പെട്ടാൽ തട്ടിക്കളയും. ജാതിയുടെ പേര് താണവർ ആക്കി മാറ്റിയവർക്ക് മുഴുവൻ. ഇത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, സത്യമായിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് നമുക്ക് ഇന്ന് ഈ മനോഹരമായ വേഷം ധരിച്ച് ഇഷ്ടമുള്ള ആഭരണം അടിച്ച് ഇഷ്ടമുള്ള ചെരുപ്പൊന്നും ഇടാൻ പറ്റത്തില്ല. എൻ്റെ നാട്ടിൽ ഒരാൾ വീട് ഓടിട്ടതിന് പൊളിപ്പിച്ചിട്ടുണ്ട്. ഓടിടുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ? ഇപ്പം എല്ലാം കോൺക്രീറ്റ് വീടല്ലേ, വേറെ സാധനമില്ലേ ഓട് മണ്ണിൻ്റെ. അത് ഓല കെട്ടിയ വീടിന് ഒരു തീയൻ്റെ കുടുംബത്തിൻ്റെ പകുതി ഓടിട്ടതിന് തമ്പുരാൻ പറഞ്ഞയച്ചത് പൊളിച്ചു കളഞ്ഞു, പറ്റൂലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് നമ്മൾ ഇന്ന് ഇഷ്ടമുള്ള വീട്, ഇഷ്ടമുള്ള വസ്ത്രം, ഇഷ്ടമുള്ള പേര്, ഇഷ്ടമുള്ളതെല്ലാം ചെയ്യുന്ന ഏത് സ്കൂളിൽ പോയി ഏത് അമ്പലത്തിനും പോകാം അല്ലേ മോനെ? ഇതൊക്കെ ഉണ്ടാക്കി തന്നവരെ നമ്മളൊന്ന് ചെറുതായിട്ടെങ്കിലും ഓർക്കണ്ടേ? വേണ്ടേ? അതാണ് ഞാൻ പറഞ്ഞത്. അതിൽ ഒന്നാമത്തെ ആൾ നമ്മൾ ഓർക്കേണ്ട ഒരാൾ, നമ്മൾ സാധാരണ പറയാത്തില്ലാത്ത ഒരാളാണ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ എന്ന് പറഞ്ഞ ഒരാളാണ്. ഈ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നല്ല കായികാഭ്യാസമായിരുന്നു. എന്നെപ്പോലെ നല്ല ആചാനബാബുമായിരുന്നു. എന്താ വിശ്വാസമല്ലേ? എന്നെപ്പോലെ എന്ന് പറഞ്ഞിട്ട് നല്ല 6 അടി പൊക്കവും മുട്ടിന് താഴെ നീളമുള്ള കൈയും, അതുപോലെ ഈ അഭ്യാസങ്ങളൊക്കെ പഠിച്ചിട്ട് കളരി, അതുപോലെ ഗുസ്തിയെല്ലാം പഠിച്ച്, അതുപോലെ സംഘങ്ങളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ശക്തി പറയാൻ വേണ്ടി വേണം ഞാൻ പറയാം. തിരുവനന്തപുരം ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രത്തിൻ്റെ അമ്പലത്തിൽ ഉപയോഗിക്കുന്ന സാളഗ്രാമം എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട്. അത് മോഷണം പോയി കൊണ്ടുപോയത് ആ നാട്ടിൽ കള്ളൻ്റെ പേരുണ്ടല്ലോ സ്ഥിരമായിട്ടുള്ള, എന്തായിരുന്നു പറഞ്ഞു പേര്? ആലപ്പുഴ ഭാഗത്തുള്ള ഷാജൻ ഇത്തിക്കരപ്പക്കിയല്ല, വേറൊരു കളല്ലേ, കായംകുളം കൊച്ചുണ്ണി. കായംകുളം കൊച്ചുണ്ണിൻ്റെ ടീമാണ് ഇത് കൊണ്ടുപോയത്. എന്നിട്ട് നമ്മുടെ രാജാവ്, തിരുവിതാംകൂർ രാജാവ്, ശ്രീമൂലം തിരുനാൾ രാജാവ്, അങ്ങേരുടെ പടയെ ഇട്ടിട്ട് കിട്ടിയില്ല. അവസാനം വേലായുധ പണിക്കരെ വിളിച്ചിട്ട് പറഞ്ഞു ആ കള്ളനെ പിടിക്കണമെന്ന്. വേലായുധ പണിക്കരുടെ ടീം കായലിൽ കൂടി പോയി ഈ പറഞ്ഞ കള്ളൻ്റെ പേരെന്നുള്ള പറഞ്ഞ് ഞാൻ പിന്നെ മറന്നു, കായംകുളം കൊച്ചുണ്ണി, അവരെ പിടിച്ച് അതിന് വാശിയിലും അതേപോലെ ഈ നമ്മുടെ ആറാട്ടുപുഴയെ പിന്നീട് കുത്തിക്കൊല ചെയ്തത്. അങ്ങനെ തിരിച്ചു വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ എത്ര ശക്തിയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായോ? പിടികിട്ടിയോ? അങ്ങേര് ചെയ്ത ഒരുപാടുണ്ട്. അതിൽ 1-2 നിങ്ങൾക്കൊരു സന്തോഷത്തിന് പറയാം. അവരൊക്കെ ത്യാഗം ചെയ്തിട്ടാണ് നമ്മളിവിടെ എത്തിയെന്ന് പറയാൻ വേണ്ടിയാണ്. അതിൽ ഒരെണ്ണം ഞാൻ പറഞ്ഞു തുടങ്ങിയത് മൂക്കുത്തിൻ്റെ പറയാം. നേരത്തെ ചോദിച്ചല്ലോ, ആ മൂക്കുത്തി 1859 ഈ നായന്മാരായിട്ടുള്ള സ്ത്രീകൾക്ക് വരെ മൂക്കുത്തി ഇടാൻ വേണ്ടി രാജ്ഞി വിളംബരം പുറപ്പെടുവിച്ചു. അപ്പോൾ അവിടെയുള്ള ഇവിടുത്തെ തീയരെ അവിടെ ഈഴവർന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാണ് അവിടുത്തെ പേര്, അതാണ്. ഒരു നാട്ടിലൊരു പേരില്ലേ, അവിടെ കപ്പയെന്ന് വിളിക്കും, ഇവിടെ പൂളയെന്ന് വിളിക്കൂലേ, കപ്പ പൂള പിടി കിട്ടിയില്ലേ? അതുപോലെ അവരാണ്. അപ്പം അങ്ങനെ ഒരു ഈഴവ സ്ത്രീ എന്ത് ചെയ്തു? മൂക്കുത്തി അണിഞ്ഞു. മൂക്കുത്തി അണിഞ്ഞിട്ട് വന്ന വഴിക്ക് ഇതിലെ സവർണർ എന്ന് വിളിക്കുന്ന, ഉയർന്ന ജാതി എന്ന് വിളിക്കുന്ന ചെറുപ്പക്കാർ തടഞ്ഞു വെച്ച് മൂക്കുത്തി വലിച്ചു പറിച്ചു. അപ്പോൾ ചോര ഒലിപ്പിച്ചുകൊണ്ടാണ് വരുന്നത്. വിവരം ആറാട്ടുപുഴ ഈ വേലായുധ പണിക്കർ അറിഞ്ഞു. വേലായുധ പണിക്കർ എന്ത് അറിയാമോ? ആ പ്രദേശത്തുള്ള സ്വർണ്ണപ്പണിക്കാരില്ലേ അന്നത്തെ, അവർ ജാതി ഇന്ന് നമ്മൾ ജാതി പറയുന്നില്ല, ജാതി അല്ലല്ലോ ശരിക്കും പറയേണ്ടത് അല്ലേ? പണി ആർക്കും എടുത്തൂടെ? അന്ന് ജാതിയിലാണ്. അവരെ മുഴുവൻ വിളിച്ചു കൂട്ടിയിട്ട് പറഞ്ഞു ഉടൻ മൂക്കുത്തി ഉണ്ടാക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് കിട്ടിയ സ്വർണവും വെള്ളിയും ചെമ്പും 3 ലോഹങ്ങളും കൊണ്ടുവന്ന് 1000-ലധികം മൂക്കുത്തി ഉണ്ടാക്കി. 1000-ലധികം മൂക്കുത്തി ഉണ്ടാക്കിയിട്ട് ആ മൂക്കുത്തി അദ്ദേഹം ടൗണിൽ വെച്ച്, പന്തളം ടൗണിൽ വെച്ച് സ്ത്രീകളെ വിളിച്ചു കൂട്ടിയിട്ട് വിതരണം ചെയ്തു. വിതരണം ചെയ്തിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? അവിടെ വെച്ച് മൂക്ക് കുത്തിയിട്ട് എല്ലാവരോടും അണിയാൻ പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഒരു വലിയ കല്ലിൻ്റെ മുകളിലോ എന്തോ ഒരു സ്തൂപുണ്ട്, അതിന് മുകളിൽ കയറി ഇരുന്നിട്ട് പറഞ്ഞു, ഇത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ പെരുമാൾ പ്രഖ്യാപിക്കുന്നു, ഇന്നു മുതൽ ഈ നാട്ടിലെ മുഴുവൻ സ്ത്രീകൾക്കും മൂക്കുത്തി അണിയാവുന്നതാണ്. എൻ്റെ ഈ കൽപ്പനയ്ക്ക് എതിരായി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അവരുടെ തല കഴുത്തിന് മുകളിൽ ഉണ്ടാവില്ല. പറഞ്ഞു തരാം വേലായുധ പണിക്കർ. ആരും എതിർക്കാൻ പോയില്ല. അന്ന് മുതലാണ് സ്ത്രീകൾ മൂക്കുത്തിരാന്ന് പറഞ്ഞു കേട്ടോ. നാളെ വേണമെങ്കിൽ ഇട്ടോളി. അതാണ്. അതുപോലെ തന്നെയാണ് അച്ചിപ്പുടവെന്ന് കേട്ടിട്ടുണ്ടോ? ആ നാട്ടിലെ ഒരു പ്രയോഗമാണ്. അച്ചിപ്പുടവെന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, കേട്ടിട്ടുണ്ടോ? അത് നമ്മുടെ ചരിത്രത്തിലുണ്ട്. എന്താ ചുരുക്കം പറയാം. അച്ചിപ്പുട എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ബ്ലൗസ് ഇല്ലായിരുന്നു എന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയുള്ളവരെ കണ്ടിട്ടുണ്ടോ? അറിയത്തില്ല. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്കില്ലായിരുന്നു. എൻ്റെ അച്ഛൻ്റെ അമ്മയ്ക്ക് ബ്ലൗസ് ഇല്ലായിരുന്നു. ഞങ്ങളൊക്കെ വലുതായി, മക്കൾ വലുതായി, അച്ഛനൊക്കെ വലുതായി കഴിഞ്ഞിട്ട് അമ്മയോട് പറയാണ്, കാലം മാറി വന്നില്ലേ, അപ്പോൾ പറയാണ് നമ്മൾ എന്ത് ചെയ്യണം, മേൽവസ്ത്രം ഇങ്ങനെ അത് തോർത്തിടും. അല്ലെങ്കിൽ വേറൊരു പണിയുണ്ട്, ഈ മുണ്ട് എന്തിനു പറയാം, നീളത്തിൽ മടിയിട്ടിട്ട് ഇങ്ങനെ വെച്ചോണ്ട് നടക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു ആദ്യ കാലത്ത് ഇല്ലേ? നിങ്ങൾക്ക് അറിയാമായിരിക്കില്ല. അപ്പോൾ അതിന് ശേഷം കണ്ടുപിടിച്ചാണ്. അതിന് ഇവിടെ എന്താ പറയുന്നത് എനിക്കറിയാം, റൗക്ക എന്ന് പറയും.
നിങ്ങൾ അറിയാം അത്? സഹോദരിമാർക്ക് അറിയാം. മുതിർന്ന ആരും ഇവിടെ വന്നിട്ടില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു ബട്ടൺസ് മാത്രം കെട്ടി വെക്കുന്ന കണ്ടിട്ടോ പണ്ടത്തെ. അങ്ങനെ എൻ്റെ അച്ഛൻ്റെ അമ്മ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇങ്ങനെ ഈ അതില്ലാത്തതുകൊണ്ട് ഈ നായന്മാർ വരെയുള്ള സ്ത്രീകൾക്ക് നീളമുള്ള തുണിയാണ്. അച്ചുപുടം എന്ന് പറഞ്ഞാൽ സാധാരണ തുണിയേക്കാൾ നീളമുണ്ട്. ഈ നീളമുള്ള തുണി അവരെന്ത് ചെയ്യും, കയറ്റി ഇങ്ങനെ മറച്ച് വെച്ച് കൊണ്ടുപോകുക. അത് നമ്മുടെ ആളുകൾ ഉടുത്തപ്പോൾ എന്ത് ചെയ്തു, ഇവരിറങ്ങി അത് വലിച്ചു കയറി അവരെ കളിയാക്കി. അപ്പോൾ ഈ പറഞ്ഞ ഈ നാരായണ പണിക്കർ, വേലായുധ പണിക്കർ എന്ത് ചെയ്യുന്നറിയാം? വേലായുധ പണിക്കർ ഉടനെ തന്നെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഈ തുണി അദ്ദേഹം വാങ്ങിച്ചുകൊണ്ട്, നല്ല പൈസക്കാരനാണ്, തുണി വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് എല്ലാവർക്കും വിതരണം ചെയ്തിട്ട് എല്ലാവരും ഉടുത്തോളാൻ പറഞ്ഞു. എന്നിട്ട് എന്ത് പറയുന്നറിയാമോ? എല്ലാവരെയും നമ്മുടെ ആളുകളെ എല്ലാവരും വീട്ടിലെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവർക്ക് പൈസ കൊടുത്തു. ഇനി നിങ്ങൾ അവരുടെ വയലിൽ പണിക്ക് പോകണ്ടാന്ന്. പൈസ കൂലി കിട്ടാനല്ലേ പണിക്ക് പോകണേ. അപ്പോൾ കൂലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള കൂലി എല്ലാവർക്കും കൊടുത്തിട്ട് പറഞ്ഞു ഇനി പണിക്ക് പോരുമെന്ന് പറഞ്ഞു. വയലിൽ ആരും ഇറങ്ങരുതെന്ന്. വയലിൽ ആരും ഇറങ്ങിയില്ലെങ്കിൽ നെല്ല് കൊയ്തെടുക്കാൻ പറ്റുമോ? നെല്ല് കൊയ്തിട്ടില്ലെങ്കിൽ, സമയത്ത് കൊയ്തിട്ടില്ലെങ്കിൽ നെല്ല് അവിടെ കിടന്ന് മുളച്ചു പോകില്ലേ? അപ്പോൾ എന്ത് ചെയ്തു, ഇങ്ങനെ വയലിൽ ആരും ഇറങ്ങിയില്ല, കാരണം കൂലി കൊടുത്തു കഴിഞ്ഞു. അവസാനം ഈ പറഞ്ഞവരെല്ലാം മുട്ടുമടക്കി അന്നോട്ട് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞ ഒരുപാടുണ്ട്. നല്ല പോരാട്ടങ്ങളിലൂടെയാണ് ഇതുപോലെയുള്ള അവകാശങ്ങളൊക്കെ നമുക്ക് വാങ്ങി തന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ ഈ സന്ദർഭത്തിൽ ഓർത്തന്നേ ഉള്ളൂ. ഇനി അതുപോലെ തന്നെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമ്മുടെ ഈ സംഘടനയുടെ പിന്നെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങളിൽ പിന്നീട് നമുക്ക് ഏറ്റവും അധികം നമുക്ക് രക്ഷ കിട്ടിയത് ഈ പറയുന്ന നമുക്ക് മാത്രമല്ല, കേരളത്തിലുള്ള ദക്ഷിണേന്ത്യയിലുള്ള എല്ലാ മനുഷ്യർക്കും ജാതിയും മതവും ഒന്നും വ്യത്യാസമില്ലാതെ എല്ലാവരും നിങ്ങൾ സ്കൂളിലിരിക്കുന്നില്ലേ, നിങ്ങൾ സ്കൂളിലിരിക്കുമ്പോൾ നിങ്ങളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്ന കുട്ടി ഏതാ ജാതി മതം നമ്മൾ നോക്കാറുണ്ടോ? പണ്ടാണെങ്കിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, പഞ്ചമി എന്ന് പറയുന്നൊരു കുട്ടിയെ ഇതുപോലെ തന്നെ ഈ സ്കൂളിൽ തെക്ക് ഇതുപോലെ തന്നെ തിരുവിതാംകൂറിൽ കൊണ്ടുപോയിട്ട് ഒരു സ്കൂളിൽ ചേർത്തിയപ്പോൾ ആ കുട്ടിയെ സ്കൂളിൽ ചേർത്താൻ സമ്മതിക്കാതെ വന്നിട്ട് വില്ലുവണ്ടി സമരം നടത്തി. അയ്യങ്കാളി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹം വില്ലുവണ്ടിയുമായിട്ട് അതിനെ വെല്ലുവിളിച്ച് ചെല്ലുകയും സ്കൂളിൽ ചേർത്താൻ ചെന്നിട്ട് സ്കൂളിന് ഉടമ ആ സ്കൂളിന് തീയിട്ടിട്ട് പോയി. പിന്നെ ഗവൺമെൻറ് ഉത്തരവിട്ടിട്ട് പിന്നെ അവിടെ സ്കൂൾ ആ കുട്ടീനെ ഒരു പഞ്ചമി മെമ്പർ സ്കൂളൊക്കെ അവിടെ ഉണ്ട്, ഒരു കുട്ടീനെ ചേർത്തിയത്. അപ്പോൾ ഇന്ന് അങ്ങനെയല്ല, എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പഠിക്കാം. ഏത് ജാതിയാണ് മതമാണെന്നൊരു വ്യത്യാസമില്ലല്ലോ, ഉണ്ടോ? ആ വ്യത്യാസമൊന്നുമില്ല. ഹലോ, ഇവിടെ നോക്കേ, ഇങ്ങനെ മനുഷ്യർക്കെല്ലാം ജാതി ഏത് മതമേത് എന്ന് വ്യത്യാസമില്ലാതെ ഒരുമിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ജീവിക്കുന്ന മനോഹരമായ നാട് സൃഷ്ടിച്ചു തന്നത് ആരാന്നറിയോ? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വെച്ചിരിക്കുന്നത് നമ്മുടെ ഗുരുദേവനാണ്. അപ്പോൾ ഗുരുദേവനെ നമ്മൾ ഓർക്കണ്ടേ? ഈ കേരളം മനോഹരമായൊരു നാടാക്കിയത്. മറ്റേ അന്ന് ജാതിയുടെ അന്ധവിശ്വാസങ്ങളുടെ അനാചാരങ്ങളുടെ നാടായിരുന്നു. അവിടെ നിന്നാണ് ഈ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ ഗുരുദേവൻ ജനിച്ചത് എപ്പോഴാണെന്നറിയാമോ? ഈ പറയുന്ന 1856 അപ്പോൾ ഗുരുദേവൻ ജനിച്ചത്, ഗുരുദേവനെ കുറിച്ച് പറയുന്ന ഗുരു കലിയുഗത്തിലെ അവതാരമാണെന്ന്. കലിയുഗം എന്ന് പറഞ്ഞാൽ അറിയോ? കലിയുഗം എന്ന് പറഞ്ഞാൽ അറിയോ? കേട്ടിട്ടുണ്ടോ? അറിയോ? യുഗങ്ങൾ എത്ര ഉണ്ടെന്നറിയോ? യുഗങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? 4 ചതുർയുഗങ്ങൾ ഉണ്ട് ഈ കാലത്തിന്. അതിൽ ആദ്യത്തെ കൃതയുഗം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടില്ല. നമുക്ക് പഠിക്കണം. അതായത് നിങ്ങൾ പഠിക്കാത്തതുകൊണ്ടാണ്. നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായാൽ ഇതൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ വരാമെന്നുണ്ടെങ്കിൽ ഇവർ ക്ലാസ് എടുത്ത് തരും. അതിന് ആളെ വെക്കും. വരുമോ? വിളിച്ചാൽ നല്ലതല്ലേ, നമ്മൾ പഠിക്കണ്ടേ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുസ്ലിങ്ങൾ അവരുടെ മദ്രസ പഠിക്കുന്നില്ലേ? ഇല്ലേ? അവർക്ക് അതുകൊണ്ട് എല്ലാ രംഗത്തും വലിയ മുന്നേറ്റം ഉണ്ട്. നല്ലതല്ലേ? നമുക്ക് അവർക്ക് അസൂയില്ലല്ലോ. ക്രിസ്ത്യാനികൾ സൺഡേ സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട്, അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. നമുക്കറിയാത്ത എന്താണ്? നമുക്ക് ഇങ്ങനെ പഠിക്കാൻ സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഹിന്ദുക്കളല്ലേ? നമ്മളിപ്പോൾ ഞാൻ ചോദിച്ചാൽ, നിങ്ങളോട് ചോദിച്ചാൽ മുസ്ലിങ്ങളുടെ ആ ഗ്രന്ഥം, പുണ്യഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. ഖുറാനല്ലേ? അല്ലേ? അതുപോലെ ക്രിസ്ത്യാനികളുടെ ഗ്രന്ഥത്തിന്റെ പേരറിയോ? ബൈബിള്. നമ്മുടെ അറിയോ? ഇല്ല. അപ്പോൾ അതൊക്കെ നമുക്ക് അറിയാതിരിക്കുന്നത് നമ്മുടെ കുഴപ്പമല്ലേ? അവരുടെ കുഴപ്പമാണോ? അതൊക്കെ നന്നാവണം. ഇവിടെ ഇതുപോലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താൻ ചുരുക്കി നമ്മുടെ ഗ്രന്ഥത്തിന്റെ പേര് അടിസ്ഥാന ഗ്രന്ഥം വേദങ്ങളാണ്. അതുകൊട്ടെ. അപ്പോൾ ഇവിടെ പറഞ്ഞത് എന്തായിരുന്നു? അത് മറന്നതല്ലോ. ഏത് കാര്യം പറഞ്ഞു തന്നപ്പോൾ? യുഗങ്ങളുടെ കാര്യം. അപ്പോൾ 4 യുഗങ്ങളുണ്ട്. വേഗം പറയാം. ഓർത്തിരിക്കാൻ പറ്റും. ഓർത്തിരുന്നു 4 യുഗങ്ങൾ. ഒന്ന് കൃതയുഗം എന്ന് പറഞ്ഞാൽ അതാണ് കൃതയുഗം. അല്ലെങ്കിൽ അതിനൊരു പേരുണ്ട്, സത്യയുഗം. ഒന്നാമത്തെ കൃതയുഗം അല്ലെങ്കിൽ സത്യയുഗം. ഓക്കെ ആണോ? കൃത എന്ന് പറഞ്ഞാൽ 4ആണ്. കൃത എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4 എന്ന് പറഞ്ഞാൽ അതിൽ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ 4 അവതാരങ്ങളാണ്. മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. എത്രയായി? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. അത് കേട്ടില്ലേ? ദശാവതാരം, 4 അവതാരങ്ങൾ. അത് കഴിഞ്ഞാൽ ഏത് യുഗം എന്നറിയാമോ? രണ്ടാമത്തേത് ത്രേതായുഗം. 3 എന്ന് പറഞ്ഞാൽ 3, ത്രേത എന്ന് പറഞ്ഞാൽ 3 അവതാരങ്ങളാണ്. ഈ നരസിംഹം കഴിഞ്ഞുള്ള അവതാരം ഏതാണെന്നറിയോ? നരസിംഹം കഴിഞ്ഞുള്ള അവതാരം അറിയാവോ? നിങ്ങളറിയോ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. വണ്ടി പോയാൽ വളരെ പറയാം. അതിനൊരു ക്ലൂ വേണോ?
സമയം ഒരുപാടായോ രാജ്യങ്ങളെ? സമയം ഒരുപാടായോ? ഒരു ക്ലൂ വേണോ? പിന്നത്തെ അവതാരം എന്ന് ഓർമ്മയുണ്ടോ? മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം. ക്ലൂ തരട്ടെ. പൊക്കം കുറവാ. ആർക്ക് പറയാം? വാമനൻ അല്ലേ? പിന്നെ ആരാ? 2 രാമന്മാര്. 3 അവതാരം ഉണ്ടോ അതില്? 2 രാമന്മാരെ ഏതൊക്കെയാ? ഒരാൾ മഴുവെടുത്തോണ്ടാ വന്നേ. ഞാനൊഴിഞ്ഞുണ്ടോ രാമന് ത്രിഭുവനത്തിങ്കൽ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ എന്ന് പറഞ്ഞ് ശ്രീരാമനെ വെല്ലുവിളിച്ച. അതേത് രാമനാ? ഒന്ന് ശ്രീരാമനല്ലേ? രാമൻ, ശ്രീരാമൻ, ത്രേതായുഗത്തിലെ രാമൻ എന്ന് കേട്ടിട്ടില്ലേ? മറ്റേതാരാണ്? പരശുരാമൻ. കേട്ടിട്ടില്ലേ? ഇപ്പൊ പിടി കിട്ടിയോ? വാമനൻ, പരശുരാമൻ, ശ്രീരാമൻ. റൈറ്റ്, കിട്ടി. അടുത്ത ദ്വാപരയുഗ. ദ്വാപരയുഗത്തിൽ ദ്വാ എന്ന് പറഞ്ഞാൽ എത്രയാ? എത്രയാടോ? ഇതാ 2. അതിലൊരാൾ ഇതാ ആരാ? കുഞ്ഞാ നീ മടുത്തോടാ, ഇപ്പൊ നിർത്താട്ടോ. ആരാണ്? ഈ ശ്രീകൃഷ്ണന്റെ ജ്യേഷ്ഠനും കൂടെ ഇല്ലേ? ബലരാമൻ. കേട്ടിട്ടുണ്ടോ? അപ്പൊ എത്രയായി? അത് 2. ഇനിയിപ്പോൾ കലിയുഗമാണ്. കലിയുഗത്തിൽ നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യരെ ജീവിക്കാൻ പോലും കഴിയാതെ മനുഷ്യർ കണ്ണുനീർ കയത്തിൽ അങ്ങ് ദുരിതം കൊണ്ട് കിടക്കുകയാണ്. മറ്റുള്ളവരെ ഇടിയെല്ലാം കൊണ്ട് വിദ്യാഭ്യാസത്തിനൊന്നും അവസരമില്ല. അങ്ങനെ കിടന്ന സമയത്ത് നമ്മളെ രക്ഷിക്കാൻ വേണ്ടി മറ്റൊരു അവതാരം ഉദിച്ചു. ഏതാണെന്നറിയാമോ? പാരിൽ ധർമ്മമുയർത്താനെതുകുലേ വണ്ടെന്ന പോൽ ഏഴുവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണോണോത്സവം. കേട്ടിട്ടുണ്ടോ? ഇത് കേട്ടിട്ടുണ്ടോ? എന്താ പറഞ്ഞത്? പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. അതിന്റെ അർത്ഥം പറയാമോ? ആർക്ക് പറയാം? പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. അർത്ഥം എന്താ? പാരിൽ ധർമ്മമുയർത്താൻ എതുകുലേ പണ്ടെന്ന പോൽ. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃത ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. യുഗങ്ങൾ തോറും ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ അവതരിച്ചു കൊണ്ടിരിക്കുമെന്ന് ഭഗവാൻ കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പാരിൽ ധർമ്മം ഉയർത്താൻ യദുകുലത്തിൽ വന്നതാരാ? പാരിൽ ധർമ്മം ഉയർത്തുന്നതിന് യദുകുലത്തിൽ വന്നതാരാ? യദുകുല രതിദേവൻ എവിടെ? യദുകുല രാധേ. ആരാ യദുകുലത്തിൽ വന്നത്? ഇനിയും ക്ലൂ വേണോ? ഇതാ എത്ര കഷ്ടപ്പെട്ടാ കാണിക്കുന്നത്. ആരാണ്? യദുകുലത്തിൽ വന്നതാരാ? കൃഷ്ണ ഭഗവാൻ. കൃഷ്ണ ഭഗവാൻ ആരാണ്? അപ്പൊ പാരിൽ ധർമ്മം ഉയർത്താൻ യദുകുലെ പണ്ടെന്ന പോലെ എന്ന് പറഞ്ഞാൽ എന്താ? യദുകുലത്തിൽ പണ്ട് ധർമ്മ സംസ്ഥാപനത്തിന് ഭഗവാൻ കൃഷ്ണൻ അവതരിച്ചതുപോലെ എന്നല്ലേ സഹോദര? എന്നതുപോലെ ഈഴുവന്മാരിൽ സ്വാമി പിറന്ന മാസത്തിലാണ് ഓണോത്സവം. സ്വാമി പിറന്ന മാസം ഏതാണെന്ന് അറിയാമോ? നിങ്ങൾ പുതിയ മക്കളാണല്ലോ. സ്വാമി പിറന്നത് ഓണം ആഘോഷിക്കുന്ന മാസത്തിലാണ്. ഓണം ഏത് മാസത്തിലാ? കർക്കിടക മാസത്തിലല്ലേ? ആണോ? ഓണം കർക്കിടക മാസത്തിലാണോ? കുഞ്ഞോള് മടുത്തോ? ഏത് മാസത്തിലാ? അത് പറഞ്ഞു തരുന്നുണ്ട്. ഏത് മാസം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കുട്ടിക്കറിയോ ഓണം ഏത് മാസത്തിലാ? ചിങ്ങമാസത്തിൽ അല്ലേ മോനെ? പൊന്നിൻ ചിങ്ങം. ശരിയല്ലേ? നമ്മൾ കേട്ടില്ല അല്ലേ? അത് സാറില്ല. അപ്പൊ ചിങ്ങമാസത്തിൽ ഓണം ആഘോഷിക്കുന്ന കാലത്താണ് ഈഴകുലത്തിൽ ആരും ഒന്ന് പറഞ്ഞത്? സ്വാമി. ആരെ പോലെ? കൃഷ്ണ ഭഗവാനെ പോലെ. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? കൃഷ്ണ ഭഗവാനെ പോലെ തന്നെ ഒരു ഈശ്വരാവതാരമാണ് ആര്? ഈ ഗുരുദേവൻ. മനസ്സിലായോ? അതുകൊണ്ടാണ് നമ്മൾ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നത്. അത് പറഞ്ഞത് ഞാനല്ലെന്ന്. പറഞ്ഞ ആരാ? വള്ളത്തോൾ നാരായണ മേനോൻ. എന്ന് പറഞ്ഞാൽ അക്കാലത്ത് ഉയർന്ന ജാതി താണജാതി എന്ന് പറഞ്ഞ് വ്യത്യാസമുള്ള ഒരു കാലത്താണ് ഉയർന്ന ജാതി എന്ന് അവകാശപ്പെടുന്ന മേനോനായ വള്ളത്തോളാ പറയുന്നത്. വേറെ ആരുമല്ല. പിടി കിട്ടിയോ? അല്ലേ? അതാണ്. അപ്പൊ ഇങ്ങനെ കുമാരനാശാൻ അതുപോലെ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ ഇവിടെ കീർത്തനമൊക്കെ വെച്ചിരുന്നു. ഞാൻ അതിലേക്ക് സമയമില്ലാത്തതുകൊണ്ട് പോകുന്നില്ല. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ അവതരിച്ച് എന്തിനാന്ന് മനസ്സിലായല്ലോ? ഈ പറഞ്ഞ ദുഃഖങ്ങളിൽ ദുരിതങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കൈപിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിന്റെ ചുരുക്കം ഇതാണ്. ഗുരുദേവൻ നമ്മളെ രക്ഷിച്ചത് പ്രധാനമായിട്ടും പ്രധാനമായിട്ട് ഉപയോഗിച്ച മാർഗം അറിവാണ്. അത് 2 തരത്തിലാണ്. അതിലാദ്യം തന്നെ ഗുരുദേവൻ ആരാണെന്ന് പറയുന്നുണ്ട്. അത് ഞാൻ പറയുന്നില്ല. പിന്നെ ഗുരുദേവൻ സ്വീകരിച്ച മാർഗം എന്ന് പറയുന്നത് നമ്മളെ അറിവിലൂടെ രക്ഷിക്കാനാണ്. അതിന് ഗുരുദേവൻ തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാമോ? എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മതിരേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ഠോത്തിഷ്ഠ ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നത് ഇപ്പോൾ എന്നാണ്. ഗുരുദേവൻ എന്തിനാ വന്നതെന്ന് ഗുരുദേവൻ സുബ്രഹ്മണ്യ സ്തോത്രത്തിൽ എഴുതിയിട്ടുണ്ട്. സ്പഷ്ടം നിലാവങ്ങ് നീങ്ങി നിരവര ഹൃദയം ചെയ്തു ചന്ദ്രൻ മറഞ്ഞു തട്ടിത്തട്ടി പെരുക്കി പെരുവെളിയിലാക്കിയിടുവാൻ പിന്നെയാട്ടെ. അതിന്റെ അർത്ഥമൊക്കെ പിന്നെ നമുക്ക് സമയമുണ്ട്, നമുക്ക് പിന്നെ കൂടുതലാണ് പറയാം. അതിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾ മടുപ്പിക്കാതിരിക്കാൻ മാക്സിമം നോക്കുകയാണ്. അതിന്റെ അടുത്ത സ്റ്റാൻസയിൽ ഇങ്ങനെയാണ് പറയുന്നത്. എന്താണ്? കഷ്ടം ദീനം പിടിച്ചോ മതിലേത് കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ഠോദിഷ്ട ശീക്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നതിപ്പോൾ. അതിനാണ് ഗുരു വന്നതെന്നാ. എന്തിനാ വന്നതെന്ന് പറഞ്ഞാല് കഷ്ടം ദീനം പിടിച്ചു. ദീനം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഞാൻ പറഞ്ഞോളാം, ഇന്ന് നേരം ഇല്ലാത്തതുകൊണ്ട്. അസുഖം, രോഗബാധിതരായി കിടക്കുന്ന അക്കാലത്തെ മനുഷ്യരുടെ കാര്യം പറയുന്നത്. രോഗം പിടിച്ച് കിടക്കുന്നവർ, അല്ലെങ്കിൽ മദ്യം എന്ന് പറഞ്ഞാൽ മതിരേത് കുടിച്ചു. മദ്യം എന്ന് പറഞ്ഞാൽ അറിയോ? അറിയത്തില്ല. അങ്ങനെ സാധനമുണ്ട്.
മദ്യം കുടിച്ചിട്ട് അസുഖം ബാധിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ സാധാരണ രോഗം വന്നിച്ചൊക്കെ എല്ലാവരും പണ്ട് കാലത്താണ്, ഏകദേശം ഒരു ഐഡിയ ഇല്ലേ, നമ്മുടെ കുറേ തലമുറകൾക്ക് മുമ്പുള്ള മനുഷ്യരൊക്കെ തന്നെയും ഒന്നെങ്കിൽ പട്ടിണി കിടന്നിട്ടും ജോലി ചെയ്തിട്ടും എന്തെങ്കിലും അസുഖം, അല്ലെങ്കിൽ ലേശമൊക്കെ കഴിച്ചിട്ടും ആകാം, എന്ത് തരത്തിലായിരുന്നാലും ദുരിതം ബാധിച്ചു കിടക്കും. അവരെയൊക്കെ എന്ത് ചെയ്യണം? ഉദ്ദിഷ്ടോദ്ദിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നത് ഇപ്പോൾ അവരെ എനിക്ക് നദിയിൽ മുക്കി പൊക്കിയെടുക്കണം. ഏത് നദിയാണെന്നറിയാമോ? നിങ്ങളൊരു അർത്ഥം അറിയാവുന്നൊരു വാക്കാന്ന് വിചാരിക്കുന്നത് ജ്ഞാനസ്നാനം, അതായത് അറിവിൻ്റെ നദിയിൽ മുക്കണമെന്നാണ്. പിടികിട്ടിയോ? ഇല്ല, നിങ്ങളത് കുട്ടിയൊക്കെ കിട്ടൂല, ഞാൻ ഒന്ന് പറയുമ്പോൾ മനസ്സിലാവും. അതായത് മനുഷ്യരെ ഈ ദുരിതത്തിൽ നിന്ന് കരകയറ്റണേ അവർക്ക് അറിവിൻ്റെ നദിയിൽ അവരെ മുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിവ് നൽകണം. പിടികിട്ടിയോ എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞുതരാം? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇക്കാലത്തായാലും മനുഷ്യന് അറിവില്ലെങ്കിൽ അവൻ എന്ത് ചെയ്യും? മറ്റുള്ളവർ പറയുന്നതെല്ലാം കേട്ട് അനുസരിച്ച് കിടക്കും. ശരിയാണോ? അടി കിട്ടുകയാണെന്ന് വിചാരിക്കും, എൻ്റെ വിദ്യയാണെന്ന് വിചാരിക്കും. പിടികിട്ടിയോ? അതായത് അറിവുള്ള ആളെ ചങ്ങലക്കിട്ട് പൂട്ടിയാൽ പൊട്ടിക്കാൻ നോക്കും. അറിവില്ലാത്ത ആളെ നീ അടിമയാന്ന് പറഞ്ഞാൽ എൻ്റെ വിധിയാണ്, ഞാൻ അങ്ങനെയാണെന്ന് ധരിച്ച് അവിടെ കിടന്നോളും. അങ്ങനെയാണ്. അപ്പോൾ അറിവില്ലാത്ത ആളെ അടിമയായി ഇടാൻ ചങ്ങല വേണ്ട, അറിവുള്ള ആളെ ചങ്ങലക്കിട്ട് പൂട്ടിയാലും പൊട്ടിക്കും. അപ്പോൾ അതുപോലെ അറിവ് തന്നു കഴിഞ്ഞാൽ നമുക്ക് സ്വാതന്ത്ര്യബോധവും അഭിമാനബോധവും ഒക്കെ ഉണ്ടാകും. ഒന്നുകൂടി ലളിതമായിട്ട് എങ്ങനെ നിങ്ങൾ പറയാം, സമയമില്ലാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ കൃത്യമായിട്ട് പറയാൻ സമയം ഉണ്ടെങ്കിൽ നന്നായിട്ട് പറയാൻ ഉദാഹരണമൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞാൽ ഇത് നേരം പോയില്ലേ. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കണ്ട ഒരു സിനിമ വേഗത്തിൽ പറയാം. അതിൻ്റെ പേര് കാലാപ്പാനി എന്നാണ്. കുട്ടി കാലാപ്പാനി കണ്ടിട്ടുണ്ടോ? സ്വാതന്ത്ര്യ ദിനത്തോടനുബന്ധിച്ച് ഓഗസ്റ്റ് 15 വരുമ്പോൾ പിന്നെയും TV വരും, അപ്പോൾ നോക്കണം. അതിനകത്തൊരു രംഗമുണ്ട്. മോഹൻലാലിനെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? മോഹൻലാൽ ഈ മോഹൻലാൽ അതിനകത്തൊരു ഡോക്ടർ കഥാപാത്രമാണ് ചെയ്യുന്നത്. വേറെ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. അതിലൊരു രംഗം ഞാൻ പറയാം. ഇതിപ്പോൾ ഇവിടെയാണെന്ന് വിചാരിക്കാം. മോഹൻലാലിൻ്റെ സ്ഥലത്തേക്ക്, മോഹൻലാലൊക്കെ നിൽക്കുന്ന സ്ഥലത്തേക്ക് ഒരു ബ്രിട്ടീഷുകാരനായ സാഹിബിനെ കൊണ്ടുവരികയാണ്. സാഹിബിനെ കൊണ്ടുവരുന്ന അന്ന് വാഹനങ്ങളില്ലാത്തതുകൊണ്ട് എടുത്തോണ്ടാണ് വരുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ പല്ലക്കെന്ന് പറഞ്ഞാൽ അറിയാമോ? പല്ലക്കറിയാമോ? മുന്നിൽ 2 പേര്, പുറകെ 2 പേര് ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്നതാണ്. അങ്ങനെ കൊണ്ടുവരുന്നത് ഹോ ഹോയ് ഹോ ഹോയ് ഹോ ഹോയ് എന്ന് പറഞ്ഞു വരിക. ആരാ വരുന്നത് അറിയാമോ? നമ്മുടെ നാട്ടുകാരായിട്ടുള്ള 4 പേര്, മുന്നിൽ 2 പേര്, പിന്നിൽ 2 പേര്. നമ്മുടെ ജിംനേഷ്യത്തിലൊക്കെ പോയിട്ടുള്ള ബോഡി ബിൽഡിംഗ് ഒക്കെ നടത്തിയ ആളുകളെ പോലെ നല്ല തടിമാടന്മാർ 4 പേര്. എന്നിട്ട് അവരെങ്ങനെ വരുന്നറിയോ? ഇത്തവണ ഞങ്ങൾക്കാടാ സായിപ്പിനെ എടുക്കാൻ അവസരം കിട്ടുന്നത്, എനിക്കാടാ അവസരം കിട്ടിയത്, കണ്ടോടാ ഞാനാടാ കൊണ്ടുവരുന്നത്. ആരെയാ കൊണ്ടുവരുന്നത്? നിങ്ങൾ പഠിച്ചിട്ടില്ലേ? നമ്മുടെ രാജ്യത്ത് വന്ന് കൊള്ളയടിച്ച് മുഴുവൻ സമ്പത്തും കൊണ്ടുപോയി നമ്മുടെ ഒരുപാട് പേരെ ജാലിയൻവാലാ പോലെയുള്ള കൂട്ടക്കൊലയിലൊക്കെ കൊന്നൊടുക്കിയ ആളുകളില്ലേ അവര്? നിങ്ങൾക്ക് മനസ്സിലായോ? അവർ നമ്മളെ അടിമകളാക്കിയ ദുഷ്ടന്മാരല്ലേ? എന്നിട്ട് ആ ദുഷ്ടനെ കൊണ്ടുവരുന്ന ആൾക്ക് വിവരമുണ്ടോ? അറിവില്ലാത്തതുകൊണ്ട് എന്താണ്, എനിക്കാണെന്ന് സാഹിബിനെ ചുമക്കാൻ അവസരം കിട്ടുമെന്നുള്ളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് അങ്ങനെ വരുന്നത്. പക്ഷെ അത് വിദ്യാഭ്യാസമുള്ള വിവരമുള്ള ആൾക്ക് അത് ഒരു കാണുമ്പോൾ ദേഷ്യം വരൂലേ? സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ശരിയല്ലേ? അടിമയെ കിടക്കുന്നതിനേക്കാളും വേറെ മരിക്കുക എന്നുള്ളതാണ് വിവരമുള്ള ആളുടെ ഒരു ബോധം. അത് ഇവർക്ക് ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര അഭിമാനത്തിൽ വരികയാണ്. അങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു എന്ന് വിചാരിക്കാം. ഈ പല്ലക്ക് ഇവിടെ വെച്ചു. അപ്പോൾ സാഹിബിന് ഇറങ്ങാൻ പറ്റത്തില്ല, നല്ല ഹൈറ്റ് ഉണ്ട്, സാഹിബിന് നല്ല തടിയാണ്. ഇറങ്ങാൻ പറ്റാത്ത സാഹിബ് എന്തെന്ന് അറിയാമോ? ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ തടിനാടനായിട്ടുള്ള ഒരുത്തൻ ഇങ്ങനെ മുട്ടുകുത്തി കൈ കുത്തിക്കുക, എന്നിട്ട് അവൻ്റെ പുറത്ത് ചവിട്ടുകയാണ്. ഈ ബൂട്ടിട്ട കാലുകൊണ്ട് പുറത്ത് ചവിട്ടുകയാണ്. ചവിട്ടി ഇറങ്ങാൻ പോകുമ്പോൾ നോക്കി നിൽക്കുന്ന ഡോക്ടറാണ് മോഹൻലാൽ, ആ കഥാപാത്രം. ഡോക്ടർക്ക് വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള ഡോക്ടർക്ക് നമ്മുടെ ഇന്ത്യക്കാരൻ്റെ ഒരാളുടെ പുറത്ത് സായിപ്പ് ചവിട്ടുന്നത് സഹിക്കാൻ പറ്റൂല. അത് ശരിയല്ല, അനുവദിച്ചുകൂടാ. സായിപ്പിന്റെ കീശ തോക്കൊണ്ട് എടുത്ത് വെടിവെച്ച് കൊന്നേക്കാം, പക്ഷേ എന്നാലും ഞാൻ തടഞ്ഞിരിക്കും, ഈ അടിമത്വം അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ് ആ ബോധം, അറിവുള്ളതുകൊണ്ട്. ഉടനെ അങ്ങ് ചെന്നിട്ട് കാലങ്ങ് വെക്കുന്നതിന് മുമ്പ് അടിമനെ പിടിച്ചങ്ങോട്ട് മാറ്റി. മോഹൻലാൽ പിടിച്ചങ്ങോട്ട് മാറ്റിയിട്ട് പറഞ്ഞു, ആൻ ഇന്ത്യൻസ് ബാക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. ആൻ ഇന്ത്യൻസ് ബാക്ക് ഈസ് നോട്ട് എ ഫുട്ബോൾ. ഇന്ത്യക്കാരൻ്റെ പുറം നിനക്ക് ചവിട്ടിയിറങ്ങാനുള്ള പടിയല്ലടാന്ന്. ഈ പറയാനുള്ള തൻ്റെ ഇടമാണ് കിട്ടിയത് വിദ്യാഭ്യാസം നേടിയപ്പോഴാണ്. അപ്പോൾ വിദ്യാഭ്യാസം നേടിയാൽ തെറ്റ് കണ്ടാൽ ചോദ്യം ചെയ്യുമോ? പിടികിട്ടിയോ? അപ്പോൾ കേരളത്തിൽ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ? നമ്മളിപ്പോൾ പറഞ്ഞു വരുന്ന ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നമ്മുടെ രക്ഷിതാക്കളോട് പറഞ്ഞു, വിദ്യ കൊണ്ട് പ്രബുദ്ധരാകുക, കുട്ടികളെ പഠിപ്പിക്കുക. എന്നിട്ട് ഗുരുദേവൻ എന്ത് ചെയ്യുന്നറിയാമോ? ഒരുപാട് സ്കൂളുകൾ സ്ഥാപിച്ചു. പിന്നെ ആ കൂട്ടത്തിൽ NSS പോലുള്ള സംഘടനകളൊക്കെ വന്നു. ക്രിസ്ത്യൻ മിഷണറിമാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടർന്നു. ഇവിടെ BM സ്കൂൾ എന്ന് കേട്ടിട്ടുണ്ടോ? ക്രിസ്ത്യൻ കോളേജ് എന്ന് കേട്ടിട്ടുണ്ടോ? അതൊക്കെ സ്കൂളാണ്. അത് ഇറങ്ങിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. BM എന്ന് പറഞ്ഞാൽ ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. കോട്ടയത്തേക്കാണെങ്കിൽ CMS, ചർച്ച് മിഷൻ സൊസൈറ്റി. അങ്ങനെ അവരുടെയൊക്കെ സ്കൂളുകളും ഉണ്ട്. അവിടെ നമുക്ക് അവസരം കിട്ടും. നമ്മുടെ സ്കൂളുകളും വന്നു. അങ്ങനെ സ്കൂളുകളിലൊക്കെ പോയി കുട്ടികൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി? വിദ്യാഭ്യാസം ചെയ്തപ്പോൾ എന്ത് മനസ്സിലായി? എടാ, അവനെ പോലല്ലേ ഞാനും, ഓൻ്റെ കണ്ണ് പോലെ തന്നെയല്ലേ എനിക്കും 2 കണ്ണ്, അവനും ഒരു മൂക്ക് എനിക്കും ഒരു മൂക്ക്, എനിക്കും 2 കൈ അവനും 2 കൈ. പിന്നെ അവനെങ്ങനെയാ ഭൂമി മുഴുവൻ അവൻ്റേത്, നമ്മൾ പണിക്കാർ, അത് പറ്റത്തില്ല. പിന്നെ കൃഷിഭൂമി കർഷകന് കിട്ടണം. നിനക്കൊക്കെ റോഡ് നടക്കാമെങ്കിൽ എനിക്കും നടക്കാം. എപ്പോഴാണ് അവർക്ക് തോന്നിയത്?
വിദ്യാഭ്യാസം ഉണ്ട്. അപ്പം ഗുരുദേവന്റെ വിദ്യാഭ്യാസത്തിലൂടെ അറിവ് നേടി കഴിഞ്ഞപ്പോൾ എന്തായി? ഞങ്ങൾക്ക് റോട്ടിൽ കൂടി നടക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള തുണി ഉടുക്കണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിടണം, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം അണിയണം, ഞങ്ങളും ചെരുപ്പിടും, ഞങ്ങളും സ്കൂളിൽ കയറും, ഞങ്ങളും അമ്പലത്തിൽ കയറും. എപ്പോഴാന്ന് മനസ്സിലായോ? അങ്ങനെ വിദ്യാഭ്യാസം കൊണ്ട് ശക്തരാകാൻ പറഞ്ഞു. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. സംഘടന ഉണ്ടാക്കി SNDP യോഗം. നമ്മൾ ഒറ്റക്കെട്ടായി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? വൈക്കം ക്ഷേത്രത്തിന്റെ മുമ്പിൽ സമരം പ്രഖ്യാപിച്ചു. ഞങ്ങൾ ഈ റോഡിൽ കൂടി നടക്കും. അതിന്റെ പേരാണ് വൈക്കം സത്യാഗ്രഹം. 603 ദിവസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ അഹിംസാ സമരമാണ്. ഒരു കല്ലെടുത്തെറിഞ്ഞിട്ടില്ല, ഒരു ഈർക്കൽ കൊണ്ട് ആരും അടിച്ചിട്ടില്ല. പക്ഷെ സമരത്തിൽ ഇരുന്ന് ഒരുപാട് പേര് അവിടെ വെള്ളത്തിൽ താഴ്ത്തി കൊന്നു കളഞ്ഞു. ഒരുപാട് കണ്ണിൽ ചുണ്ണാമ്പെഴുതി കണ്ണ് കളഞ്ഞു കുറേ പേര് ശത്രുക്കൾ. പക്ഷെ അപ്പോഴും തിരിച്ചടിച്ചില്ല. ഗുരുദേവൻ അവിടെ ഇരുന്ന് നേതൃത്വം കൊടുത്തു. ഗാന്ധിജിയൊക്കെ അവിടെ വന്നിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് പഠിക്കാം. അപ്പോൾ അങ്ങനെ സമരം ചെയ്ത് അവസാനം എന്താക്കി? ക്ഷേത്രത്തിന് മുന്നിലൊഴികെയുള്ള റോഡിൽ കൂടി നടക്കാൻ അനുവാദം കിട്ടി. അങ്ങനെ ആ സമരം മുന്നോട്ട് പോയി. 1936 ക്ഷേത്രപ്രവേശന വിളംബരം വന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. മലബാർ ക്ഷേത്രപ്രവേശന വിളംബരം വരുന്നത് 1947 ഇങ്ങനെ സമരം ചെയ്ത് കിട്ടി. പിന്നെ ചുരുക്കി പറഞ്ഞാൽ സമരം മൂത്ത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ അവസാനം രാജാക്കന്മാർ ഇടപെട്ടിട്ട് ഈ ജന്മിമാരെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുന്നറിയില്ല. അതായത് ഒരു സ്ഥലത്തുള്ള ഭൂമി മുഴുവൻ ഒരാളുടേതാണ്. അതാണ് ജന്മി. ഒരു ഫ്യൂഡൽ വ്യവസ്ഥയാണ് ജന്മി. അപ്പോൾ അയാൾക്ക് 10,000 ഏക്കറൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനകത്ത് നമ്മളുണ്ട് കുടികിടപ്പുകാരാണ്. നമ്മളൊരു തെങ്ങ് നട്ട് തേങ്ങ കായ്ക്കാറാകുമ്പോൾ എന്ത് ചെയ്യുന്നറിയോ? സായിപ്പ് അവിടെ അല്ല ജന്മി ഇറങ്ങിപ്പോക്കോളാൻ പറയും. അപ്പം നേരത്തെ പറഞ്ഞ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ ചെയ്തൊരു പണിയുണ്ട്. ആ കാലത്ത് വീട്ടിൽ പശുവിനെന്ന് വിചാരിച്ചോ, പശു പ്രസവിച്ച് കഴിഞ്ഞാൽ ജന്മിയുടെ വീട്ടിൽ കൊണ്ട് കെട്ടണം. പശുവിൻ്റെ പാല് കറന്ന് തീർന്നു കഴിഞ്ഞാൽ പിന്നെയും പശുവിനെ കൊണ്ട് വരും. അപ്പോൾ പാലാർക്കാ? ജന്മിക്ക്. അയാൾ അവിടെ പോയി വാള് കഴുത്തി വെച്ചിട്ട് പറഞ്ഞ് മേലാൽ ഈ പണിയെടുക്കരുതെന്ന് നമ്മൾ പറഞ്ഞ ആറാട്ടുപുഴ വേലായുധപ്പണിക്കർ. അപ്പോൾ ഇങ്ങനെ ഉള്ള ഈ അവസ്ഥയിൽ എന്ത് ചെയ്തു? ഇത് ആവശ്യപ്പെട്ട് എല്ലാവരും സമരം ചെയ്തപ്പോൾ ഗവൺമെൻറ്റിന് പ്രശ്നമായി. ബ്രിട്ടീഷുകാരും അവിടെ ഉണ്ട്. അങ്ങനെ അവസാനം ജന്മിത്വം പടിപടിയായി നിർത്താൻ തുടങ്ങി. കൃഷി ചെയ്യുന്നവന് കൃഷിഭൂമി കൊടുക്കണമെന്നായി. അവസാനം കേരളം ഉണ്ടായി 56. അത് കഴിഞ്ഞിട്ട് കേരളത്തിൽ ഗവൺമെൻറ് വന്ന ശേഷം ഇത് മൊത്തത്തിൽ ഭൂപരിഷ്കരണം വന്നു. നിങ്ങൾ അറിയില്ലേ എന്താണ്? ഭൂമി ഉദാഹരണം, ഒരു വീട്ടുകാരന് 30 ഏക്കർ അല്ലെ 50 ഏക്കർ, ബാക്കി ഭൂമി മിച്ചഭൂമി. ആ മിച്ചഭൂമി ആർക്കാ? ഭൂമി ഇല്ലാത്തവർക്ക് പങ്കിട്ട് കൊടുക്കും. നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത് തെളിയിച്ചാൽ കുടികിടപ്പുകാരൻ്റെ ഭൂമി. ഇതറിയുന്നില്ലേ നിങ്ങൾക്ക്? കുട്ടിയൊക്കെ ഏകദേശം മനസ്സിലാക്കാണ്. അങ്ങനെ ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ വീട്ടിലും അതുപോലെ തന്നെ അന്നൊരു വലിയ കുടുംബമുണ്ട്. പല്ലാട്ടുകാർ എന്ന് പറയുന്ന 6 കുടുംബത്തിൻ്റെതാണ് ആ പ്രദേശത്തെ ഭൂമി മുഴുവൻ. ഞങ്ങൾ താമസിക്കുന്ന ഒരു 3-4 ഏക്കറുണ്ട്. നിയമം വന്നതോടുകൂടി ആ ഭൂമി ഞങ്ങൾക്ക് കിട്ടി. അതിന് മുമ്പ് കൃഷി എന്താണെന്നറിയാമോ? കാട് പിടിച്ച് കിടക്കുകയാണ്. ഈ ആഞ്ഞിലിയും പ്ലാവും ഇതൊക്കെ ഉണ്ടാവും. എന്തെങ്കിലും ഉണ്ട്, എന്തെങ്കിലും കിട്ടി മുഴുവൻ പട്ടിണിയാണ്. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് നല്ലോണം ഭക്ഷണം കഴിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിങ്ങനെ പൊക്കം കുറഞ്ഞ് മെലിഞ്ഞു പോയത്. നിങ്ങൾ വിശ്വസിക്കാമെന്ന് എനിക്കറിയത്തില്ല. വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഞാൻ താമസിച്ചത് എൻ്റെ കുട്ടിക്കാലത്ത് ഒരു 15 വയസ്സ് വരെ താമസിച്ചത് ഓല കെട്ടിയ വീട്ടിലാണ്. നിങ്ങൾ വിശ്വസിക്കുമോ എന്നെനിക്കറിയില്ല. അത്ര പട്ടിണിയായിരുന്നു. ഒരു കഷ്ണം ഉണക്കമേയും കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കൊതിയൊന്നുമില്ലല്ലോ. നിങ്ങൾക്കൊരു മന്തി കിട്ടിയിരുന്നെങ്കിൽ എന്ന് കൊതിക്കും. അത്രേ ഉള്ളൂ. അങ്ങനെ ദുരിതം ഉണ്ടാവാനുള്ള കാരണം ഭൂമിയിലായിട്ടല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെ ഞങ്ങൾക്ക് സ്വന്തം ഭൂമി കിട്ടി. അതിന് മുമ്പ് എന്താ കൃഷി ചെയ്തതെന്ന് മനസ്സിലായോ? തെങ്ങ് നട്ടാൽ തേങ്ങ ആരും കൊണ്ടു, വാഴ നട്ടാൽ കൊല ആരും കൊണ്ടു. ചങ്ങമ്പുഴയുടെ വാഴക്കൊല കേട്ടില്ലേ? ഇവർക്ക് അറിയാമായിരിക്കും. വീട്ടിൽ പോയി അമ്മമാർ പറഞ്ഞു കൊടുക്കുക. എല്ലാം ആരും കൊണ്ടുപോകും. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളെ ഇറക്കിയും വിടും. അപ്പം നമ്മൾ ഇന്ന് നട്ട് നാളെ പറിക്കാവുന്ന പൂള പോലെയുള്ള കൃഷിയേ ഉള്ളൂ. അത് തന്നെ എലി കൊണ്ടുപോകും, പിന്നെ തിന്നാൻ കിട്ടൂല. ഉണ്ടായാലും ജന്മിക്ക് കൊടുക്കണം. ഇങ്ങനെ പട്ടിണി കിടക്കുമ്പോഴാണ് ഈ ഭൂമി നമ്മുടെ സ്വന്തമാകുന്നത്. സ്വന്തമായ പിന്നെ അതിനൊരു നമ്മുടെ കൃഷി നമ്മളല്ലേ ചെയ്യുന്നത്. പിന്നെ റേഡിയോ വന്നു. റേഡിയോ കൂടെ കൃഷിപാഠം ഇനി ഇരിക്കുന്നവർക്കൊക്കെ അറിയാം. പിന്നെ കൃഷിഭവൻ എന്ന് പറഞ്ഞൊരു സ്ഥാപനം വന്നു. ഈ മുതിർന്നവർക്ക്, നിങ്ങളുടെ കാലത്തല്ല, അതിനൊക്കെ മുന്നേ കേട്ടോ. കൃഷി ഞാനൊക്കെ ചെറുതായിരിക്കുമ്പോൾ റേഡിയോ, അതിനകത്ത് കൃഷി എങ്ങനെ ചെയ്യണമെന്ന്. പിന്നെ കൃഷിഭവൻ വന്നു. എന്നിട്ട് അതിൽ എൻ്റെ വീട്ടിലുണ്ടായ അനുഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞ ഇത്ര സ്ഥലമുണ്ട്. അപ്പോൾ ഒരു വാർത്ത വരികയാണ്, വിവരം അറിയാണ്. 155 എന്ന് പറയുന്ന റബ്ബറുണ്ട്. ഈ പ്രദേശത്ത് റബ്ബർ കുറവാണ്. 105 എന്ന് പറയുന്ന റബ്ബറുണ്ട്. ഈ റബ്ബർ തൈ വാങ്ങി നട്ടാൽ 5 കൊല്ലം കഴിയുമ്പം 100 റബ്ബറിന് 14 ചുരുങ്ങിയ റബ്ബർ ഷീറ്റ് കിട്ടും. 14 റബ്ബർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം 14 കിലോയാണ്. നല്ല വിലയുണ്ട്. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞങ്ങളുടെ അച്ഛൻ പോയിട്ട് എന്ത് ചെയ്തു? എവിടുന്നോ റബ്ബറിൻ്റെ തൈ വാങ്ങിച്ചുകൊണ്ട് വന്നു. ബഡ് റബ്ബറാണ്. അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഞങ്ങൾ ഈ 2-3 ഏക്കർ സ്ഥലത്ത് ഞങ്ങളെല്ലാവരും കൂടി, ഞങ്ങൾ 4 ആണുങ്ങൾ മക്കളുണ്ട്, അച്ഛനുണ്ട്. ഞങ്ങൾ കുഴിയെടുത്ത് നീളത്തിൽ ലൈനായിട്ട് തുല്യ അകലത്തിൽ നട്ട് വേനലിൽ ഞങ്ങൾ തന്നെ വെള്ളം കൊണ്ടുപോയി ഒഴിച്ച് അതിവേഗം വളർന്ന് 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ തുടങ്ങി ഞങ്ങൾ തന്നെ. അപ്പോൾ എന്താ അറിയാമോ? വീട്ടിൻ്റെ മുന്നിൽ അയലുമേൽ 19 ഷീറ്റ് കിടക്കാണ് ഓലപ്പുരയുടെ മുന്നിൽ. ആഹാ, സന്തോഷം നിങ്ങൾക്കില്ല? ഇനി ഒന്നുകൂടെ ഓർക്കുക, ഇത് എൻ്റെ വീട്ടിൽ മാത്രമല്ല, അന്ന് ആ പ്രദേശത്ത് മുഴുവൻ നടന്നു. അങ്ങനെയാണ്. പിടികിട്ടിയല്ലോ? ഒരു സ്ഥലത്ത് മാത്രമല്ല. ഇനി എന്ത് സംഭവിച്ചെന്നറിയാമോ? അപ്പോഴെന്താ ഈ റബ്ബർ ഷീറ്റ് കൊണ്ടുപോയിട്ടിട്ട് എനിക്ക് ആദ്യമായിട്ട് ഒരു ഷർട്ട് വാങ്ങി തന്നു. അതിനുമ്പില്ല, കീറിയതാ. ബൈക്ക് പാളയിൽ വലിഞ്ഞിട്ട് ഓട്ടയിളങ്ങി കയറിട്ടാ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ വിശ്വസിക്കണ്ട. അങ്ങനെ എനിക്ക് 2 വള്ളിച്ചെരുപ്പ് വാങ്ങി തന്നു. ആ വള്ളിച്ചെരുപ്പ് മനസ്സിലായിട്ടുണ്ടോ? നീലയും വെള്ളയുള്ള വള്ളിച്ചെരുപ്പ് റബ്ബറിൻ്റെ. അത് രാമപുരം ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പോയി കള്ളനും കൊണ്ടുപോയി. സഹിക്കൂല, സത്യം, അത് പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെന്താണെന്ന് ഞാൻ പറഞ്ഞാൽ മക്കൾ മനസ്സിലായോ? ഞങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും തുണി വാങ്ങാൻ തുടങ്ങി. അരിയും ഉപ്പുമുളക് സാധനങ്ങൾ വാങ്ങാൻ തുടങ്ങി. ഓല പൊളിച്ചിട്ട് ഞങ്ങൾ ഓടിട്ട വീടുണ്ടാക്കി. മതിൽ കെട്ടി റോഡ് സൈഡിലാണ്. ഇത് മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ റബ്ബർ വിൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ
ഇവിടെ കുറേ റബ്ബർ കർഷകരുണ്ട്. റബ്ബർ വിൽക്കാൻ തുടങ്ങിയാൽ നമ്മുടെ യൂണിയൻ പ്രസിഡന്റ് തോന്നുകയാണ് ഈ റബ്ബർ നമ്മൾ വാങ്ങിച്ചിട്ട് കൊണ്ട് കൊടുത്താൽ പോരെ. അപ്പോൾ അദ്ദേഹം ഒരു കട തുടങ്ങുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ ഇതിൽപ്പെട്ട ആരെങ്കിലും കട തുടങ്ങൂലേ? അപ്പോൾ ഒരു ജംഗ്ഷനിൽ, ഒരു അങ്ങാടിയിൽ, അല്ലെങ്കിൽ ഒരു കവലയിൽ, ഒരു റോഡിൻ്റെ ഭാഗത്ത് ഒരു കട വരുമോ? വരൂലേ? നിങ്ങൾ മനസ്സിലായോ സാമ്പത്തിക ശാസ്ത്രം? അപ്പോൾ ഒരാൾ കട തുടങ്ങുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ റബ്ബർ അവിടെ കൊണ്ടുവയ്ക്കും. അപ്പോൾ വേറൊരാൾ അവിടെ ഒരു കട തുടങ്ങി, റബ്ബർ വിറ്റിട്ട് പൈസ കിട്ടുമല്ലോ. അപ്പോൾ അരി ഉപ്പൊക്കെ വാങ്ങൂലേ? അപ്പോൾ ഒരു പലചരക്ക് കട അവിടെ തുടങ്ങി. അപ്പോഴാണ് മനസ്സിലാകുന്നത് തുണി വാങ്ങാൻ തുടങ്ങി. അപ്പോൾ നമുക്കൊരു തുണിക്കട വന്നു. അപ്പോൾ അവിടെ എന്തായി മാറി? അങ്ങാടിയായി മാറി. അപ്പോഴാണ് തെങ്ങുംതടിപ്പാലത്തിൽ കൂടി വണ്ടി വരുമോ? പണ്ട് തെങ്ങുംതടിപ്പാലം ഓർമ്മയില്ലേ? അതിൽ വണ്ടി വരുമോ? അപ്പോൾ അത് വണ്ടി വരുന്ന പാലമായി. റോഡൊന്നുകൊണ്ട് നന്നാക്കി, വണ്ടി വരാൻ തുടങ്ങി, കടകൾ വന്നു. കടയിൽ സാധനം എത്തിക്കുന്നവരോ, സാധനം കൊണ്ടുവരുന്നവരില്ലേ, അവർ കൂടുതൽ വാങ്ങാൻ തുടങ്ങി. അപ്പോൾ എന്തായി? ഉണ്ടാക്കുന്നിടത്ത് ചെറിയ ചെറിയ ഫാക്ടറികൾ വന്നു, അങ്ങനെ വ്യവസായശാലകൾ വന്നു. അതിൻ്റെ ഭാഗമായിട്ട് കച്ചവടം വന്നു, വ്യാപാരം വന്നു. അതുമായി ബന്ധപ്പെട്ട് തുടർന്ന് വാഹനങ്ങൾ, വാർത്താവിനിമയ സംവിധാനം ആകമാനം മാറി. ഇത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് ഏകദേശം മനസ്സിലായോ? എങ്ങനെയാണ് ഈ കേരളത്തിൽ ഈ പുരോഗതി ഉണ്ടായത് നിങ്ങൾക്ക് മനസ്സിലായോ? എങ്ങനെയാ? ഭൂപരിഷ്കരണമൊക്കെ വന്ന് സ്വന്തമായി ഭൂമി കിട്ടുകയും വിദ്യാഭ്യാസത്തിലൂടെ കൃഷിയെക്കുറിച്ചുള്ള അറിവ് കിട്ടുകയും ഒക്കെ ചെയ്തപ്പോഴാണ് എന്ത് സംഭവിച്ചത്? ആകമാനം നാട്ടിൽ പുരോഗതി ഉണ്ടായത്. കുട്ടിക്ക് മനസ്സിലായോ? അങ്ങനെയാണെങ്കിൽ ഈ കേരളം ഇന്ന് വളർന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്താണ്? അറിവ് നേടിയതാണ്. ഈ അറിവ് കൊടുത്ത ആളുടെ പേരെന്താ? അഥവാ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുന്നിൽ നയിച്ച ആധുനിക കേരളത്തിന്റെ ശിലാസ്ഥാപനകർമ്മം എന്ന് വെച്ചാൽ സാമൂഹ്യ പരിഷ്കർത്താവ് കൂടിയായിട്ടുള്ള സാക്ഷാൽ ജഗദീശ്വരനായിട്ടുള്ള ഗുരുദേവനാണ്. ജഗദീശ്വരൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 1927 ഈ ഗുരു ജീവിച്ചിരിക്കുന്ന തൊട്ടടുത്ത് തലശ്ശേരിയിൽ ഗുരുവിന്റെ പഞ്ചലോഹ വിഗ്രഹം ഇറ്റലിയിൽ നിന്ന് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച് ഗുരു നേരിട്ട് കണ്ടിട്ടുണ്ട്. ഗുരുദേവൻ അത് അംഗീകരിച്ചിട്ടുണ്ട്. ഗുരു പറഞ്ഞത് നമ്മെ പോലെ തന്നെ ഇരിക്കുന്നല്ലോ, പിന്നെ നിങ്ങൾക്ക് എളുപ്പമുണ്ട്, ഭക്ഷണം കൊടുക്കണ്ടല്ലോ, വിഗ്രഹത്തിന് ഭക്ഷണം വേണ്ടല്ലോ, ശരിയല്ലേ? അതിൽ ഗുരു ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവിടെ ഗുരുവിന്റെ ഫോട്ടോ വെച്ചിട്ട് കോലത്തുകരയിൽ അന്ന് തന്നെ ഗുരുവിന്റെ മുന്നിൽ പൂജ നടത്തിയിട്ടുണ്ട്. അപ്പം ചിലർ അല്ലാന്നൊക്കെ പറയുന്നുണ്ട്, പറയുന്നവർ പറയട്ടെ. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നത്, നമ്മൾ ഇന്ന് ഈ കാണുന്ന കേരളം, നമ്മൾ മാത്രമല്ല, ഈ കേരളത്തിലെ എല്ലാ മനുഷ്യർക്കും മനോഹരമായ പുരോഗതിയുള്ള ഒരു കേരളം ഉണ്ടാകുന്നതിന് വിദ്യാഭ്യാസമൊന്നുമില്ലാതെ അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും കിടന്ന മനുഷ്യരെ എല്ലാം പഠിപ്പിച്ച് മിടുക്കരാക്കി, കഴിവുള്ളവരാക്കി, ചോദ്യം ചോദിച്ച് നമുക്ക് എല്ലാവർക്കും അവകാശം ഉണ്ട് എന്നുള്ള നിലയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവസാനം എല്ലാവർക്കും ഒരുപോലെ ആക്കി, എല്ലാവർക്കും ഭൂമി കിട്ടി, നാടാകെ മാറി ഇന്നത്തെ സുന്ദരമായ നാടുണ്ടാക്കിയതിന് നേതൃത്വം കൊടുത്തത് ആരാണ്? ഗുരുദേവനാണ്. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുദേവനെ ആധുനിക കേരളത്തിന്റെ ശില്പി എന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പല പേരിൽ വിളിക്കാറുണ്ട്. ഗുരുദേവൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുദേവൻ അവതാര പുരുഷനാണ്, നമ്മൾ ആരാധിക്കുന്നുണ്ട്, നമ്മളതാണ് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ചത്. ഇങ്ങനെ പറഞ്ഞ ഒരുപാട് പറയാനുണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞാൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല. അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞു തന്നാണ്. ഗുരുദേവൻ 2 രീതിയിലാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. ഒന്ന് ഭൗതികമായ അറിവ്, രണ്ടാമത്തേത് ആധ്യാത്മികമായ അറിവ്. 2 തരത്തിലാണ് ഗുരു പറഞ്ഞ അറിവ്. ഭൗതികമായ അറിവ് എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കി പറഞ്ഞാൽ, ഭൗതികമായ അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം, വസ്ത്രം, വീട്, അതുപോലെയുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് നമ്മുടെ ഭൗതിക ജീവിതം എന്ന് പറയുന്നത്. അതിന് വേണ്ടതെന്ന് അറിയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയത്തില്ലാത്ത ഇവർക്ക് അറിയുന്നൊരു കാര്യമുണ്ട്. ഗുരുദേവൻ ശിവഗിരിയിൽ തീർത്ഥാടനത്തിന് അനുമതി കൊടുത്തപ്പോൾ 8 വിഷയങ്ങൾ അവിടെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു. അത് എന്താണെന്നറിയാമോ? എന്താണ്? വിദ്യാഭ്യാസം, ശുചിത്വം, ഈശ്വരഭക്തി, കൃഷി, വ്യവസായം, കൈത്തൊഴിൽ, അത് ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങിയ 8 വിഷയങ്ങളാണ്. ഞാൻ ഈ പറഞ്ഞത് അതിലുണ്ട്. അതായത് വിദ്യാഭ്യാസവും ശുചിത്വവും ഈശ്വരഭക്തിയും സംഘടനയും കൃഷിയും വ്യവസായവും കൈത്തൊഴിലും ശാസ്ത്ര സാങ്കേതിക വിദ്യയും മനുഷ്യർ നല്ലോണം പഠിച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ സംഭവം നടക്കുന്നത്. മനുഷ്യർ മൊത്തത്തിൽ വളരൂലേ? അങ്ങനെ നല്ല വീടും, ഈ കുട്ടി നേരത്തെ പറഞ്ഞതുപോലെ നല്ല വിദ്യാഭ്യാസത്തോടു കൂടി വീടും ഒക്കെ ഉണ്ടാക്കി സുഖമായി ജീവിക്കുന്ന ഭൗതിക പുരോഗതി. മറ്റൊന്ന് ആധ്യാത്മിക പുരോഗതിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ് നന്നാവണ്ടേ? ഇപ്പം നേരത്തെ നിങ്ങൾ ഇന്ന് രാവിലെ വായിച്ചു കാണും, 1.5 വയസ്സുള്ള ഒരു കുട്ടീനെ, ഞാൻ നേരത്തെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, 1.5 വയസ്സുള്ള ഒരു ചെറിയ കുട്ടീനെ അർഷിതോ എന്ന് പറയുന്ന ഒരു കുട്ടീനെ 2 അച്ഛനും അമ്മയും കൂടി നിരന്തരം അടിച്ച് 2 കൈയും പൊട്ടിച്ച് അവസാനം ഇഞ്ചിഞ്ചായി കൊല്ലപ്പെട്ടത് നിങ്ങൾ വാർത്ത വായിച്ചു കാണും. ഏത്? 1.5 വയസ്സുള്ളൂ എന്ന് ഓർക്കണം. ഇത്ര ക്രൂരത നടക്കുന്ന കലിയുഗമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്രൂരതയ്ക്കെല്ലാം കാരണം മനുഷ്യന്റെ മനസ്സിലെ തിന്മയാണ്. അതിനാകെ ഒരു മാർഗം മനുഷ്യ മനസ്സ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ്. അതിന് ഗുരുദേവന്റെ ഒരുപാട് കൃതികളുണ്ട്. ഗുരുദേവൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളതെല്ലാം കൂടി ഇനി പറഞ്ഞാൽ നിങ്ങൾ എന്നോട് ദേഷ്യം പിടിക്കും. നല്ല സമയം പോയത് ശരിയല്ല എന്ന് എനിക്കറിയാം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഏതായാലും ഗുരു പറഞ്ഞിരിക്കുന്നത് എല്ലാവരുടെയും, നിങ്ങളുടെ എൻ്റെ എല്ലാ ഉള്ളിലും ഒരേ ഈശ്വരനാണ്. അതിൻ്റെ ഒരു ചെറിയ പോയിന്റ് പറയാം. ശ്രീനാരായണ ഗുരുദേവൻ ആദ്യം പ്രതിഷ്ഠിച്ചത് ശിവപ്രതിഷ്ഠയാണ്. ഗുരു അമ്പലം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, ഇന്ന് നമുക്ക് പ്രതിഷ്ഠിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് അരുവിപ്പുറത്ത് 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തി. എന്നിട്ട് ശിവപ്രതിഷ്ഠയും സുബ്രഹ്മണ്യ പ്രതിഷ്ഠ തുടങ്ങി ദേവി പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ട് അവസാനം എന്ത് ചെയ്യുന്നറിയാമോ? കളവങ്കോടത്തും വെച്ചൂരും എന്ന് പറയുന്ന സ്ഥലത്ത് ഉല്ലലയും ഗുരുദേവൻ പ്രതിഷ്ഠിച്ചത് നമ്മൾ മുഖം നോക്കുന്ന കണ്ണാടിയാണ്. പക്ഷെ കണ്ണാടി പ്രതിഷ്ഠയല്ല, അങ്ങനെ പറയരുത്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതാണ്. മുഖം നോക്കുന്ന കണ്ണാടി എല്ലാവർക്കും അറിയത്തില്ല, നമ്മളിങ്ങനെ നോക്കിയിട്ട് പൊട്ടു തുറന്നേ. ആ കണ്ണാടിൻ്റെ നടുവിൽ രസം ചെറുകിട്ട് ഓം എന്ന് എഴുതി. അപ്പോൾ ആ പ്രതിഷ്ഠയുടെ പേര് ഓങ്കാര പ്രതിഷ്ഠയാണ്.
കരിങ്കല്ല് കൊണ്ട് കൃഷ്ണനെ പ്രതിഷ്ഠിച്ച, കരിങ്കല്ല് പ്രതിഷ്ഠ എന്നല്ലല്ലോ പറയുന്നത്, കൃഷ്ണനെ പ്രതിഷ്ഠിച്ചു എന്നല്ലേ. അപ്പോൾ ഇതിൽ ഓം എഴുതിയിട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് എൻ്റെ കുട്ടികളോട് ചുരുക്കി പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ചുരുക്കി പറയാം, നമുക്ക് നിങ്ങളുടെ ഇതുപോലെ കാര്യങ്ങൾ പൂർണ്ണമായി പഠിക്കാത്തതുകൊണ്ടാണ് പ്രശ്നം. മക്കളെ, നമ്മുടെ ഈശ്വര സങ്കല്പം, ഹിന്ദുവിൻ്റെ ഈശ്വര സങ്കല്പം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയാണ്. അതാണ് സർവം കല്ലിതം ബ്രഹ്മം. നിങ്ങളിലും എന്നിലും സകല സാധനം, ജീവനുള്ളതും ഇല്ലാത്തതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തി ചൈതന്യമാണ് പരബ്രഹ്മം. സർവം കല്ലിതം ബ്രഹ്മം എന്ന് കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ ഉള്ളിലുമുണ്ട്, എല്ലാവരിലും ഉണ്ട്. അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മമാണ്. ഈശ്വരൻ എന്ന് പറയുന്നത് ബ്രഹ്മം എന്നാണ് അതിൻ്റെ പേര്. നമ്മുടെ ഹിന്ദുവിൻ്റെ ഒറ്റ ദൈവമേ ഉള്ളൂ. ആ ദൈവത്തിൻ്റെ പേര് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് എന്നുള്ളതാണ്. അത് ആരിലുണ്ട്? സകലരിലുമുണ്ട്. ഈശ്വരൻ എല്ലാവരിലും ഉണ്ട്. അതാണ് സർവം കല്ലിതം ബ്രഹ്മം തുടങ്ങി ഞാൻ സ്പീഡ് കൂട്ടാൻ നിങ്ങൾ മനസ്സിലാവില്ല. അത് നമ്മളിലുമുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആരിൽ നിന്ന് അത് ഉണ്ടായെന്നറിയാമോ? ആ പരബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം എല്ലാം ഉണ്ടായത്. ഈ പ്രപഞ്ചം ഉണ്ടായപ്പോൾ ഉണ്ടായ ശബ്ദമാണ് ഓങ്കാരം. അതൊക്കെ പറയാൻ ഒരുപാട് സമയം എടുക്കും. ആദ്യാത്മിക പ്രഭാഷണമായി പോകും, അമ്പലത്തിലേക്ക് പോകുന്ന പരിപാടിയെ പോകും. ചുരുക്കി അങ്ങനെ ആയി കഴിഞ്ഞപ്പം ഇതെങ്ങനെയാണ് ഗുരുദേവൻ നമുക്ക് പഠിപ്പിച്ചതെന്ന് അറിയോ? ആദ്യം എന്ത് ചെയ്തു? നമുക്ക് വിഗ്രഹം ആരാധിച്ച് നമ്മൾ ഈശ്വരനിലേക്ക് അടുത്തടുത്ത് ചെന്ന് അവസാനം എവിടെ എത്തി? പിന്നെ വിളക്ക് വെക്കുന്നുണ്ട്, കെടാവിളക്ക് പ്രതിഷ്ഠിക്കുന്നുണ്ട്, പിന്നെ മുഖം നോക്കുന്ന ദീപപ്രഭയുണ്ട്, സത്യം ധർമ്മം ദയ ശാന്തി എന്നുണ്ട്. അങ്ങനെ പോയിട്ട് ഒടുവിൽ ഈ കണ്ണാടിന് മുമ്പിൽ നമുക്കൊന്ന് പോയി നിന്നാൽ ഞാൻ നിർത്തിക്കോളാം. നമുക്കൊന്ന് പോയി നിന്ന് തൊഴുതാലോ? ഇപ്പം ഞാൻ കളവങ്ങോട്ട് നിൽക്കുകയാണ്, എന്നെ അല്ലേ കാണുക? പ്രതിഷ്ഠ എന്താണെന്നാണ് പറഞ്ഞത്? കണ്ണാടിയിൽ ഓം എഴുതിയിട്ടുണ്ട് നടുക്ക്. അപ്പം ഞാൻ നിന്ന് പ്രാർത്ഥിച്ച് ആരെ കാണും? എന്നെ കാണും. ഇവിടെ എന്ത് കാണും? അതിന് നടുക്ക് എഴുതി എന്താ? പ്രണവമന്ത്രം, ഓം. ദൈവത്തിന്റെ പേരാ ഓം എന്ന്. ദൈവം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്, ആ ഓമാണ്. ഓം കണ്ടില്ല എങ്ങനെ എഴുതുന്നേ? അതാണ് കാണുന്നത് എൻ്റെ ഇവിടെ. അപ്പൊ ഇതിനുള്ളിൽ എന്തുണ്ട്? ദൈവം ഉണ്ടെന്നല്ലേ. അപ്പൊ ഞാൻ തൊഴുമ്പോൾ എനിക്ക് മനസ്സിലായി, അഹം ബ്രഹ്മാസ്മി. മനസ്സിലായോ? നിന്റെ ഉള്ളിൽ ആരാ ഉള്ളത്? ഈശ്വരനുണ്ട്. അതാരറിയണം? ഞാൻ തിരിച്ചറിയണം. അപ്പൊ പ്രപഞ്ചത്തിൽ എല്ലാവരിലും ആരുണ്ട്? ഈശ്വരനുണ്ട്. നിങ്ങൾ ശബരിമലയ്ക്ക് പോയവർ, പോയിട്ടില്ലാത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടോ തത്വമസി എന്ന് അയ്യപ്പനോട് എഴുതി വെച്ചിട്ടുണ്ടെന്ന്? അതിൻ്റെ അർത്ഥം എന്താണ്? അത് നീ. നമ്മൾ അയ്യപ്പോ എന്ന് വിളിക്കുമ്പോൾ, സ്വാമിയെ എന്ന് വിളിക്കുമ്പോൾ അത് നീ തന്നെയെന്ന് പറഞ്ഞാൽ അയ്യപ്പൻ പറയുന്നത് എന്താണ്? അയ്യപ്പനായ ഞാൻ ആരുടെ ഉള്ളിലുണ്ട്? നിങ്ങളുടെ എല്ലാം ഉള്ളിലുണ്ട്. കൃഷ്ണ ഭഗവാനും പറഞ്ഞിട്ടുണ്ട്, അഹം ആത്മാ ഗൂഢാകേശ സർവഭൂതാശയസ്ഥിത. സകല ജീവജാലങ്ങളിലും ഞാൻ ആത്മാവായിട്ടുണ്ട്. അപ്പം നമ്മുടെ എല്ലാം ഉള്ളിലുള്ള പരമാത്മാവിൻ്റെ ഭാഗമായി ജീവാത്മാവ് ഈശ്വരൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ എല്ലാവരും ആത്മസഹോദരരെന്നല്ലേ പറയേണ്ടത്, ഇതോർക്കുകിൽ നാം. അങ്ങനെയാണ് നിങ്ങളുടെയും എൻ്റെയും എല്ലാം ഉള്ളിലുള്ള ഒരേ ഈശ്വരനാണ് ഞാൻ, നിങ്ങൾ ഒന്നല്ലേ? പിടികിട്ടിയോ? ഇവിടെ തൊട്ടടുത്തൊരു കിണറുണ്ട്, അതിനകത്തുനിന്ന് 1000 കുടത്തിൽ നമ്മൾ വെള്ളം നിറച്ച് വെച്ചു. ഓരോ കുടത്തിലും വെള്ളം വേറെയാണ്, പക്ഷേ വെള്ളം എടുത്ത ആ കിണറ്റിലല്ലേ? അതുപോലെ നിങ്ങളുടെ എൻ്റെ ഉള്ളിൽ ഉള്ള ജീവനാകുന്ന ആത്മാവ് ആരാണ്? ഒരേ ഈശ്വരനാണ്. അങ്ങനെയാണ് നിങ്ങൾ ഞാൻ സഹോദരനല്ലേ, സഹോദരിയല്ലേ? അപ്പം നിങ്ങളോട് എനിക്ക് ശത്രു തോന്നാൻ പാടുണ്ടോ? അതുകൊണ്ട് അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരൻ്റെ സുഖത്തിനായി വരണം. ആരെ ഉപദ്രവിക്കരുത്. അവരുടെ സുഖം നമ്മുടെ സുഖമാകണം, നമ്മുടെ സുഖം മറ്റുള്ളവരുടെ സുഖം. അപ്പം ഇങ്ങനെ എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണുന്ന നല്ല മനുഷ്യരായാൽ പിന്നെ നാട്ടിൽ കുഴപ്പമുണ്ടാവുമോ? ഉണ്ടാവോ? അപ്പൊ ശ്രീനാരായണ ഗുരു എന്തിനാണ് ഇത് പറഞ്ഞു തന്നത്? എല്ലാവരും സഹോദരി സഹോദരന്മാരെ പോലെ ഒരേ ദൈവത്തിന്റെ പ്രതിരൂപങ്ങളായി മനസ്സിലാക്കി നല്ല മനുഷ്യരായി ജീവിക്കാനല്ലേ? അങ്ങനെ ആയാൽ കുട്ടിനെ കൊല്ലുവോ? അപ്പൊ ഗുരുദേവൻ ഇങ്ങനെ പറഞ്ഞു തന്നെല്ലാം നല്ല സമൂഹം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതുപോലെ നല്ലതായ ഒരുപാട് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ പടിപടിയായി ഞാനിപ്പോൾ പറയും പോലെയല്ല, നിർത്തി ഉദാഹരണ സഹിതം എല്ലാം പറഞ്ഞ് നിങ്ങൾ കേട്ട് പഠിച്ച് മിടുക്കരായാൽ 10-20 കൊല്ലം കഴിയുമ്പോൾ നിങ്ങൾ ഈ നാട്ടിലെ ഏറ്റവും നല്ല മനുഷ്യരായിരിക്കും. എല്ലാ നന്മകളും നിറഞ്ഞ, വീടിന് വിളക്കായി, നാടിന് വിളക്കായി, നാട്ടിൻ്റെ നല്ല കാര്യങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന, പാവങ്ങളെ സഹായിക്കുന്ന, രോഗികളെ പരിചരിക്കാൻ തയ്യാറാകുന്ന, പാലിയേറ്റീവ് പ്രവർത്തനത്തിന് പോകുന്ന, SNDP പ്രവർത്തനത്തിന് വരുന്ന എല്ലാ നന്മയുമുള്ള മക്കളായി തീരും. അങ്ങനെയുള്ള നല്ല മക്കളാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മാതാപിതാക്കളും നമ്മുടെ ശാഖാഭാരകളുമായി ബന്ധപ്പെട്ട്, ഇവിടെ സാധാരണഗതിയിലുള്ള ഒരു പ്രയാസമൊക്കെ ഉണ്ടല്ലോ, വലിയ വരുമാനമൊന്നും നമുക്കില്ല, എന്നാലും ഉള്ളത് വെച്ചിട്ട് മാസത്തിൽ ഒരിക്കലോ 2 മാസം കൂടുമ്പോഴോ അങ്ങനെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ ഇത്തരം കാര്യങ്ങൾ, ഇപ്പം ഞാനീ പറഞ്ഞ പോലെയല്ല, നമ്മളൊരു വിഷയം എടുത്ത് ചുരുക്കി ചെറുതാക്കി പറഞ്ഞു പോകണം. ഞാനിപ്പോൾ എല്ലാം കൂടി ഒരുപാട് കാലം കൂടിയത് കുറച്ച് എനിക്ക് അധികം പറഞ്ഞു പോകേണ്ടി വന്നതാണ്. അങ്ങനെയൊക്കെ മുന്നോട്ട് പോയാൽ നമ്മുടെ മക്കൾ ഈ പറഞ്ഞ ഒരു കുഴപ്പത്തിനും, നേരത്തെ നമ്മുടെ പ്രസിഡന്റ് സൂചിപ്പിച്ചത്, ജിഹാദിനും പോകില്ല, മയക്കുമരുന്നിനും പോകില്ല, ഒന്നിനും പോകില്ല. അച്ഛനമ്മമാരെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്നേഹിച്ച് കെട്ടിപ്പിടിച്ച് ഒരുമിച്ച് കഴിയുന്ന മനോഹരമായ സ്വർഗ്ഗതുല്യമായ ഭവനങ്ങൾ ഉണ്ടാകും, നാടുണ്ടാകും. ആ നന്മ നിറഞ്ഞൊരു നാട് സൃഷ്ടിക്കാനാണ് ഭഗവാൻ ഗുരുദേവൻ പറഞ്ഞത്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഈ വയസ്സായിട്ടും ഇതുപോലെ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് മക്കളെല്ലാവരും അതനുസരിച്ച് ഇവരോട് സഹകരിക്കണം. വീട്ടുകാരെല്ലാവരും വരിസംഖ്യയൊക്കെ കൊടുത്ത് സംഘടനാ പ്രവർത്തനങ്ങളെ സഹകരിച്ച് നിങ്ങൾ തന്നെ നല്ല നല്ല പരിപാടികൾ ആസൂത്രണം ചെയ്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, അങ്ങനെ ഉണ്ടായ മാറ്റങ്ങൾ, കുടുംബം രക്ഷപ്പെട്ടതൊക്കെ പറയാൻ എനിക്ക് ഉദാഹരണമുണ്ട്, ഞാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ മാറ്റാൻ നിങ്ങൾ കൂടെ ചേർന്ന് പ്രവർത്തിക്കണം. മക്കൾ വലുതായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ശാഖയെ മറക്കരുത്. SNDP യോഗം എന്ന് പറയുന്ന ഈ സംഘടനയാണ് നമുക്കിപ്പോൾ ഒരു സമ്മാനം ആദ്യമായിട്ട് തന്നത്. അതിനൊക്കെ ഓർക്കണം. ഇനി വരുന്ന മക്കൾക്ക് കൊടുക്കാൻ നിങ്ങളാണ് ഉണ്ടാവേണ്ടത്. അങ്ങനെ നല്ല മക്കളായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കുറച്ചധികം പറഞ്ഞു പോകുമെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് ക്ഷമിക്കാൻ പറ്റൂലേ? പറ്റുമോ?
എന്നാൽ സന്തോഷമായി. അപ്പം എല്ലാ നന്മകളും ഗുരുദേവനാൽ ഉണ്ടാവട്ടെ. അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞൊരു വാക്ക് ഒന്നുകൂടി പറയട്ടെ. ഇന്നലെ വരെ പഠിച്ചതിനേക്കാളും ഒന്നും കൂടി നന്നായി ശ്രദ്ധിച്ച് പഠിച്ച് മിടുക്കരായി എത്രയും പെട്ടെന്ന് ജോലിയൊക്കെ വാങ്ങി വീടിനും നാടിനും ഒക്കെ ഐശ്വര്യം ഉണ്ടാക്കുമോ? ഉറപ്പാണോ? ഉറപ്പ്. അതെനിക്ക് വാക്ക് തന്നതാ. ഒന്നുകൂടി നന്നായി പഠിക്കും. ഉറപ്പല്ലേ? പിന്നെ അച്ഛനും അമ്മയ്ക്ക് എന്ത് കൊടുക്കുമെന്ന് അറിഞ്ഞത്? ബർത്ത്ഡേ ഗിഫ്റ്റോ വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റോ കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? പിന്നെ വഴക്കുണ്ടാക്കി അഥവാ അച്ഛനും അമ്മയോട് ദേഷ്യം പിടിച്ചാൽ പിന്നെ പോയിട്ട് എന്ത് പറയും? പറ്റിപ്പോയി എന്ന് പറഞ്ഞ് സോറി പറയോ? ഉറപ്പാണോ? എങ്കിൽ നിങ്ങളെപ്പോലെ നല്ല മക്കൾ വേറെ ഉണ്ടാവില്ല. ആ നന്മ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമ്മളെല്ലാം ഗുരുദേവനെ അനുഗ്രഹിക്കട്ടെ.